ബദറിന്റെ തുടക്കം മുതൽ പറയാനാണ്. അതിന്റെ ചരിത്രം ഫുൾ നിങ്ങൾ കേട്ടിരിക്കുക ഇൻഷാ അല്ലാഹ്. ഫുൾ അതിന്റെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിരിക്കണം ഇൻഷാ അല്ലാഹ്. മഹാന്മാരായ അസ്ഹാബുൽ ബദർ, ആ ബദറിന്റെ രണാങ്കളത്തേക്ക് അന്നേ മഹാന്മാരായ ബദരീങ്ങൾ, മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ ബദരീങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ പരിശുദ്ധ റമളാനിൽ ബദറിന്റെ രണാങ്കളത്തേക്ക് പുറപ്പെട്ടത് എന്തിനായിരുന്നു ബദർ ഉണ്ടായിരുന്നത്? ഇൻഷാ അല്ലാഹ് ബദർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ അതൊക്കെ നമുക്ക് പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കണം ഇൻഷാ അല്ലാഹ്, വളരെ ശ്രദ്ധയോടെ. ഇതാണ് മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ കിടന്നിറങ്ങുന്ന മണ്ണ്. അല്ലാഹ് ആ ബദർ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കണ്ടോ നിങ്ങൾ? ഇൻഷാ അല്ലാഹ് റബ്ബേ അവിടെ പോവണം നമുക്ക്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ബദരീങ്ങളെ പോയി സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബദറിൽ പോയവരാരെങ്കിലും ഉണ്ടോ സദസ്സിൽ? ബദറിൽ പോയവരാരെങ്കിലും ഉണ്ടാവും, കുറെ ആളുകൾ ഉണ്ടാവും അല്ലേ? ബദറിൽ പോയവര് കൂട്ടത്തിൽ ഉണ്ടാവും. ആരല്ലേ ബദറിൽ പോയവര്? ബദറിൽ പോയവരുണ്ടോ? അല്ലാഹ് ഇനിയും പോവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ മൂത്തച്ഛന്റെ കൂടെ അൽഹംദുലില്ലാ ഞങ്ങൾ ബദറിലൊക്കെ കറങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ പോയി യാസീൻ ഓതി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഇനിയും ഒരുപാട് തവണ നമുക്ക് പോവണം. അതൊരു ഭാഗ്യാണ് അല്ലേ? അത് കാണാന്ന് പറഞ്ഞൊരു ഭാഗ്യാണ്. അല്ലാഹ് അതൊന്ന് കാണിച്ചു കൊടുക്കുമോനെ ബദരീങ്ങളെ. ആ ബദറിന്റെ ആ പരിശുദ്ധമാര അല്ലാഹ് ആ മണ്ണൊന്ന് കാണണം. അവിടെയാണ് മഹാന്മാരായ ബദരീങ്ങൾ അന്തിയുറങ്ങുന്നത്. അല്ലാഹു അവിടെ നിന്ന് പോവണം. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അസ്ഹാബുൽ ബദർ റളിയല്ലാഹ് കാവൽ നൽകേ യാ അല്ലാഹ്. റമളാൻ നീലാവിൻ കോടുംബങ്ങൾക്ക് കാവൽ നൽകണേ യാ അല്ലാഹ്. അസ്ഹാബുൽ ബദർ റളിയല്ലാഹ് കാവൽ നൽകേ യാ അല്ലാഹ്. റമളാൻ നീലാവിൻ കോടുംബങ്ങൾക്ക് കാവൽ നൽകണേ യാ അല്ലാഹ്. എല്ലാവരും ചൊല്ലി സ്ക്രീനിൽ നോക്കിയിട്ട് അസ്ഹാബുൽ ബദർ റളിയല്ലാഹ് കാവൽ നൽകേ യാ അല്ലാഹ്. റമളാൻ നീലാവിൻ കോടുംബങ്ങൾക്ക് കാവൽ നൽകണേ യാ അല്ലാഹ്. കാവൽ നൽകണേ യാ അല്ലാഹ്. ആഖിബത്തിനെ നന്നാക്കിയിടണേ, ഖൈറായ മരണം നൽകിയിടണേ. അസ്ഹാബുൽ ബദറെ കാത്തിടണേ, അവിടമ്മേ ഞങ്ങളെ നോക്കിയിടണേ. അസ്ഹാബുൽ ബദർ ചൊല്ലി അസ്ഹാബുൽ ബദർ റളിയല്ലാഹ് കാവൽ നൽകണം യാ അല്ലാഹ്. റമളാൻ നീലാവിൻ കോടുംബങ്ങൾക്ക് കാവൽ നൽകണേ യാ അല്ലാഹ്. കാവൽ നൽകണേ യാ അല്ലാഹ്. അല്ലാഹ് ബദരീങ്ങളെ കാവൽ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ബദരീങ്ങളെ കാവൽ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ബദരീങ്ങളെ കാവൽ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, ബദർ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പേരാണ് ബദർ എന്നുള്ളത് അല്ലേ?
ബദർ എന്നുള്ളത് നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു നാമമാണ് ബദർ എന്നുള്ളത്. ബദറിന് വേറെയും ചില പേരുകളുണ്ട്, പഠിച്ചോളി. ഒന്നാമത്തെ പേരാണ് ബദറുൽ കുബറ. അതങ്ങനെ പേര് വരാനൊരു കാരണമുണ്ട്. ആദ്യം നമുക്ക് അങ്ങനെ പഠിക്കാം. ബദറിന് ബദർ എന്ന് പേര് കിട്ടാൻ കാരണം എന്താ? അത് ഓരോ കാരണങ്ങളല്ല, ഓരോ സ്ഥലത്തിനും ഓരോ പേര് കിട്ടാൻ ഓരോ കാരണമുണ്ട് അല്ലേ? ഇപ്പോ ഓരോ പ്രദേശത്തിനും പേര് കിട്ടാനൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടാവും. ബദറിന് പേര് കിട്ടാന്, ബദറിന് അങ്ങനെ പേര് കിട്ടാൻ കാരണം ഇൻഷാ അല്ലാഹ് കാരണം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, ബദറിന്റെ പേരുകൾ നമുക്കൊന്ന് പഠിക്കാം. ബദറുൽ കുബറ, ബദറുൽ കുബറ പഠിച്ചോളിട്ടോ. പിന്നെ ബദറുൽ ഉളുമ, ബദറിന്റെ മറ്റൊരു പേരാണ് ബദറുൽ ഉളുമ. പിന്നെയോ ബദറുസാനിയ മറ്റൊരു പേര് ബദറുൽ ഖിത്താൽ, ബദറുൽ ഫുർഖാൻ. ഇൻഷാ അല്ലാഹ് ബദറിന്റെ പേരുകളാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പോ ബദറിന്റെ പേരുകളെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബദർ നടന്നത്, ആ ബദർ എന്നുള്ളത് യുദ്ധം നടന്ന ആ സ്ഥലത്തിന്റെ പേരാണ് ബദർ എന്നുള്ളത്. ശരിക്കും പഠിക്കണം കേട്ടോ. ബദറിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് മാറ്റണം. ബദർ പറഞ്ഞ എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് ശരിക്കും നമ്മൾ പഠിക്കണം. അപ്പോ ചരിത്രങ്ങൾ പറയുന്നത് കാണാൻ കഴിയും. യുദ്ധം നടന്ന സ്ഥലത്തിന്റെ പേരാണ് ബദർ എന്നുള്ളത്. യുദ്ധം നടന്ന സ്ഥലത്തിന്റെ പേരാണ്, വിശാലമായ ഒരു സ്ഥലമാണ്. ആ യുദ്ധം നടന്ന സ്ഥലമാണ് ബദർ എന്നുള്ളത്. മാത്രമല്ല ബദർ എന്നുള്ളത് ഒരു ചന്തയായിരുന്നു. ബദർ എന്നുള്ളത് ഒരു ചന്തയായിരുന്നു. ചന്ത അറബികൾക്കിടയിൽ പേര് കേട്ട പ്രാചീന ചന്തയായിരുന്നു ബദർ എന്നുള്ളത്. അറബികള് സാധാരണ അറബികളൊക്കെ ചന്ത നടത്തിയിരുന്നത് ബദറിലായിരുന്നു. ദുൽഹിജ്ജ മാസം വരുമ്പോ 8 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക ചന്ത ബദറിൽ വെച്ച് നടക്കാറുണ്ട്. ഇതൊക്കെ യുദ്ധത്തിന്റെ മുമ്പാട്ടോ. നോക്കിയ നിങ്ങളെ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചന്ത നടക്കാറില്ലേ? നിങ്ങളെ നാട്ടിലൊക്കെ ചന്ത നടക്കാറില്ലേ? ചൊവ്വാഴ്ച ചന്ത, വെള്ളിയാഴ്ച പിന്നെ ഉണ്ടാവില്ല, ഞായറാഴ്ച ചന്ത, തിങ്കളാഴ്ച ചന്ത, ചൊവ്വാഴ്ച ചന്ത അല്ലേ? ഇപ്പൊ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കന്നുകാലികളെ ചന്ത എടുക്കാറുണ്ട്. അതേ പ്രകാരം പച്ചക്കറി ചന്ത നടക്കാറുണ്ട്. ആണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ മഞ്ചേരി ചന്ത, അങ്ങനെ ചന്ത ഉണ്ടല്ലേ? മഞ്ചേരി ചന്ത പഴയ കാലത്തുള്ള ആളുകൾക്കൊക്കെ അറിയാൻ കഴിയും. ഓരോ നാട്ടിലൊക്കെ ചന്ത നടക്കും. അതെന്താ? കുറെ സാധനങ്ങൾ ഉണ്ടാവും, നല്ല വിലക്കുറവിൽ കിട്ടും. അങ്ങനെ പഴയ കാലത്ത് അറബികൾക്കിടയിൽ ചന്ത നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ബദർ എന്നുള്ളത്. ശരിക്കും മനസ്സിലാക്കണേ. പഴയ കാലത്ത് അറബികൾക്കിടയിൽ പ്രാചീന കാലത്ത് വിശാലമായി ചന്ത നടന്നിരുന്ന സ്ഥലമാണ് ബദർ എന്നുള്ളത്. ദുൽഹിജ്ജ മാസം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ചന്തകൾ അവിടെ നടന്നിരുന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത. ബദറിന്റെ മറ്റൊരു പ്രത്യേകത പറയണേ, ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ. ഇനി മറ്റൊരു പ്രത്യേകത പറയട്ടെ. അറബികളെ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ അവര് വിശ്രമിക്കാൻ കണ്ടിരുന്ന സ്ഥലമാണ് ബദർ എന്നുള്ളത്. അറബികൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോകും. ഒട്ടകപ്പുറത്തിന്റെയും അറബികൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോകും അല്ലേ? ആ കച്ചവടത്തിന് പോകുന്ന സമയം അല്ലാഹുവേ, ആ അറബികൾ വിശ്രമിക്കാൻ അവർ സ്ഥലം കണ്ടെത്തിയിരുന്നത് പ്രിയപ്പെട്ടവരെ ഈ ബദറിൽ വെച്ചിട്ടായിരുന്നു. ബദറിൽ അറബികൾ ഷാമിലേക്ക് പോകുമ്പോൾ വിശ്രമിക്കാൻ ഈ യുദ്ധം നടന്ന സ്ഥലത്തായിരുന്നു അവർ വിശ്രമിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പറഞ്ഞു വരുന്നത് ബദറിനെ കുറിച്ചിട്ടുള്ള മഹത്വങ്ങളാണ്. മാത്രമല്ല ഈ ബദറിലെ ബദറുബിനു യക്ലദ്ബിനു നളിർ എന്ന ആള് ബനൂ നമ്മുടെ ഗോത്രക്കാരനാണ്. അദ്ദേഹം താമസിച്ച സ്ഥലമാണ്. അങ്ങനെയാണ് ബദർ എന്ന് പേര് കിട്ടാൻ ഒരു കാരണം എന്നല്ല വേറെ ചില മഹാന്മാര് പറയുന്നത്. അങ്ങനെ ബദർ എന്ന് പേര് കിട്ടാൻ ഒരു കാരണം, ഓരോ പേര് കിട്ടാന് ഓരോ കാരണങ്ങൾ ഉണ്ടാകുമല്ലോ. ബദർ എന്ന് പേര് കിട്ടാൻ കാരണം ബദർ എന്ന പേരുള്ള ഒരാൾ അവിടെ താമസിച്ചിരുന്നു എന്നാണ്. അപ്പൊ നമ്മളെ നാട്ടിൽ ചിലപ്പോ കണ്ടില്ലെങ്കിൽ ആളെ പേര് കൊണ്ട് ചിലപ്പോ പേരറിയപ്പെടും അല്ലേ? ഇപ്പൊ ഒരു ഉദാഹരണം പറയണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ അടുത്താണ് കമ്മദാജിപ്പടി എന്ന സ്ഥലമുണ്ട്. കമ്മദാജിപ്പടി, ഹാജിയാർ പടി, ഹാജിയാർ പള്ളി അല്ലേ? അമ്മായിപ്പടി,
ഈ അമ്മായിപ്പടി പറയുന്ന സ്ഥലം പന്തല്ലൂർ ഭാഗത്താണ്. പന്തല്ലൂര് ചിറ്റത്താറ ഭാഗത്താണ് അമ്മായിപ്പടി എന്ന് പറയുന്നത്. കാരണം എന്താ? അവിടെ ഒരു പ്രായമുള്ള അമ്മായി ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചെറുപ്പകാലത്ത് എന്റെ അമ്മായിന്റെ വീട്ടിലേക്കൊക്കെ ഞാൻ താമസിക്കാൻ പോകുമ്പോ ആ അമ്മായിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ അമ്മായി മരിച്ചുപോയി, അള്ളാഹു ഖബർ സ്വർഗ്ഗാക്കട്ടെ. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാട്ടോ. ഒരു പ്രായമുള്ള ഉമ്മ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ പറഞ്ഞു വരുന്നത് ചിലപ്പോ അമ്മായിപ്പടി അങ്ങനെ അറിയപ്പെടും, ആജിയാര് പടി അങ്ങനെ അറിയപ്പെടും. ഇപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ ഓരോ സ്ഥലത്തിന് പേര് വരാൻ കാരണം, ഇപ്പൊ മലപ്പുറത്തിന് മലപ്പുറത്തിന് പേര് വരാനൊരു കാരണം ഉണ്ടാവും, കാസർഗോഡിന് പേര് വരാൻ കാരണം ഉണ്ടാവും, പത്തപ്പിരിയത്തിന് പത്തപ്പിരിയം എന്നുള്ള പേര് വരാനൊരു കാരണം ഉണ്ടാവും. നിങ്ങളെ നാട്ടിന് അങ്ങനെ ഒരു പേര് വരാനൊരു കാരണം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പഴമക്കാരോട് ചോദിച്ചു നോക്കാൻ മതി, അതൊക്കെ അറിയാം. ഇപ്പോ പത്തിരിയാൽ എന്ന സ്ഥലമുണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പോ അവിടെ പറയണ കേട്ടാട്ടോ, അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല, പറയണ കേട്ടാണ്. അവിടെ വലിയൊരു ആൽമരണ്ടായിരുന്നു. ആ ആൽമരത്തിന്റെ ചോട്ടുന്ന് പത്തിരി കച്ചവടം നടത്താറുണ്ട്. എന്നോടത് പറഞ്ഞതാണ്, ഒരാൾ പറഞ്ഞു കേട്ടതാണ്. അങ്ങനെ പത്തിരി കച്ചവടം നടത്തുന്ന ആളാണ് പത്തിരിയാലായി അറിയാം, അങ്ങനെ പറയണ കേൾക്കാം. അപ്പൊ ഓരോ സ്ഥലത്തിന് ഓരോ കാരണങ്ങളുണ്ടാവും. പറഞ്ഞു വരുന്നത് ബദറി എന്ന പേരുള്ള ഒരാൾ അവിടെ താമസിച്ചിരുന്നു. അങ്ങനെയാണ് ബദറി എന്നുള്ള പേരവിടെ കിട്ടിയത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല, ജനവാസം കുറഞ്ഞ സ്ഥലമായിരുന്നു ബദർ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ബദറിൽ ഒരു കിണറുണ്ടായിരുന്നു. ഒരു കിണർ, ആ കിണർ കുഴിച്ചത് ബദറിൽ അന്ന് പഴയ കാലത്ത് ഒരു കിണറുണ്ടായിരുന്നു. കിണർ കുഴിച്ചത് ബദർ ഇബ്നു ഹാരിസ എന്ന് പറയുന്ന സഹോദരൻ അവിടെ ഒരു കിണർ കുഴിച്ചിരുന്നു. അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. കണ്ടില്ല നിങ്ങള് ഫോട്ടോയിൽ കണ്ടില്ലേ? പഴയ കാലത്ത് ബദറിൽ ഒരു കിണറുണ്ടായിരുന്നു. ബദർ ഇബ്നു ഹാരിസ, ബദർ ഇബ്നു ഖുറൈശ് എന്ന് പറയുന്ന ആൾ അവിടെ ഒരു കിണർ കുഴിച്ചിരുന്നു. പിന്നെ ആ സ്ഥലത്തിന്റെ പേരെന്തായി മാറി? ബദറായി മാറി എന്ന് പറയുന്നത് കാണാൻ കഴിയും. പിന്നെയോ പിന്നെ ചന്ദ്രന്റെ പിന്നെ മറ്റൊരു കാരണം, മഹാനായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബദറിന് ബദർ എന്ന പേര് കിട്ടാൻ കാരണം എന്തെന്നറിയോ? ബദറിന് ബദർ എന്ന പേര് കിട്ടാൻ കാരണം എന്തെന്നറിയോ? ഇൻഷാ അല്ലാഹ് ആ ബദറിന്റെ മണ്ണിൽ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറ്റിൽ പ്രിയപ്പെട്ടവരെ, ആ കിണറ്റിലെ വെള്ളത്തിൽ രാത്രി കാല സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളമാണ്. രാത്രി സാകുന്ന സമയത്ത്, രാത്രി നിലാവുദിക്കുന്ന സമയത്ത് ആ കിണറ്റിലേക്ക് നോക്കിയാൽ ചന്ദ്രനെ പരിപൂർണമായി കാണുമായിരുന്നു. അങ്ങനെ നിലാവെളിച്ചത്തിൽ അങ്ങനെ ചന്ദ്രനെ കാണുമായിരുന്നു. അതുകൊണ്ടാണ് ബദ്രി എന്ന പേര് കിട്ടാൻ കാരണമെന്ന് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ആ കിണറ്റിലേക്ക് ഇങ്ങനെ നോക്കിയാൽ എന്ത് കാണാം? രാത്രിയുള്ള സമയം, രാത്രി അമ്പിളിമാമനെ കാണാൻ കഴിയും. അമ്പിളിനെ അങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ബദർ എന്ന പേര് കിട്ടാൻ കാരണം എന്ന് വേറൊരു ചരിത്രം പറയുന്നത് കാണാൻ കഴിയും. ബദറിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. പിന്നെയും പറയുന്നുണ്ട്, ഉംദത്തുൽ ഖാരിയിൽ മഹാനായ ബദ്റുദ്ദീൻ ഐനി റളിയല്ലാഹു അൻഹു പറയാണ്, അറബികൾക്ക് സീസൺ വ്യാപാര കച്ചവടം വരുമ്പോ അവർ കച്ചവടം നടത്തിയിരുന്ന കേന്ദ്രമായിരുന്നു ബദർ. ഒരു സീസൺ വരുമ്പോ എല്ലാത്തിനും ഒരു സീസൺ ഉണ്ടാവും, കച്ചവടത്തിനും ബിസിനസിനും ഒക്കെ. അങ്ങനെ നല്ല ഒരു കച്ചവട സീസൺ വരുമ്പോ എല്ലാവരും ബദറിലേക്ക് വരും. എന്നിട്ട് ബദർ കേന്ദ്രീകരിച്ചിട്ട് അവിടെ സമ്മേളനം നടത്തും, അവിടെ വന്നിട്ട് കച്ചവടം നടത്തും. മാഷാ അല്ലാഹ്. കാരണം എന്താ? അവിടെ നല്ല ശുദ്ധജലുണ്ട്, നല്ല വെള്ളമുള്ള സ്ഥലമാണ്, നല്ല ഉറവുള്ള സ്ഥലമാണ്, നല്ല ജലാംശമുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് അവിടെ ബദർ എന്നുള്ള പേര് കിട്ടാൻ കാരണമെന്ന് പല മഹാന്മാരും ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നത് കാണാൻ കഴിയും. ഏതായാലും ബദറിലേക്ക് വരാം. അള്ളാഹു ബദർ കാണാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മദീനയിൽ നിന്ന് ജിദ്ദ മദീനയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 135 കിലോമീറ്റർ അകലെയാണ് ബദർ കിടക്കുന്നത്.
മക്കയുടെ വടക്ക് ഭാഗത്തായി 345 കിലോമീറ്റർ അകലെയാണ് ബദർ കിടക്കുന്നത്. അല്ലാഹുവേ, മക്കയും മദീനയും പോകുമ്പോ ബദറിലേക്ക് പോവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബദർ നടന്നതെന്നറിയോ? ഡേറ്റ് നല്ലോണം പഠിച്ചു ചോളിട്ടോ. ബദർ നടന്നതെന്നാ? ഇപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ ദിവസമൊക്കെ നമുക്കറിയാലോ അല്ലേ? നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, ഡേറ്റ് ഓഫ് ഡെത്ത് അല്ല അറിയാത്തുള്ളൂ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ, നല്ല മരണം തരട്ടെ. ബദർ നടന്നതെന്നാ പഠിച്ചോളി. ഹിജ്റ 2-ാം വർഷം വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ റമദാനിലെ ഹിജ്റ 2-ാം വർഷം പരിശുദ്ധ റമദാനിലെ വെള്ളിയാഴ്ച രാവിലെയാണ് ബദർ നടക്കുന്നത്. മറക്കരുത് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ആ ബദറിലേക്ക് വരുന്ന സമയം ബദർ ഉണ്ടാവാൻ കാരണം എന്താ പ്രിയപ്പെട്ടവരെ? ബദർ ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. വെറുതെ അങ്ങ് ബദർ ഉണ്ടായതാണോ? അതല്ല. ഇൻഷാ അല്ലാഹ് ബദർ ഉണ്ടാവാനുള്ള കാരണം ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ പറയാൻ പോവുകയാണ്. ഇസ്ലാമിന്റെ പ്രകാശം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിറാ ഗുഹയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദീനിന്റെ പ്രകാശം ഉദയം ചെയ്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദീനി പ്രബോധനം നടത്താൻ വേണ്ടി കൽപ്പിച്ച് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം നടത്തി. ബദർ ഉണ്ടാവാനുള്ള കാരണം പറയുന്നട്ടോ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മനോഹരമായ കാര്യങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കഅബാലയത്തിന്റെ പരിസരത്ത് എന്ന്, പരിശുദ്ധ കഅബയുടെ പരിസരത്ത് എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനെ കൂട്ടിയിട്ട്, കൂടെയുള്ള ആളുകളെ കൂട്ടിയിട്ട് അതേ പരിശുദ്ധമായ ദീനിനെ എങ്ങനെ പ്രബോധനം ചെയ്യുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അല്ലാഹുവേ, ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കുടുംബത്തെ പ്രബോധനം ചെയ്യാനും ബന്ധുക്കളോട് പ്രബോധനം ചെയ്യാനുമുള്ള കൽപ്പന വന്ന്, അങ്ങനെ തൗഹീദിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വചനം പ്രബോധനം നടത്തിയപ്പോൾ ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോ മക്കയിലെ ചില ആളുകൾ അതിനെ എതിർത്തു. ബദർ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കണം. പലരും ബദർ യുദ്ധത്തിലേക്ക്, ബദർ യുദ്ധം എങ്ങനെ ഉണ്ടായതാണ് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ബദർ യുദ്ധം നമ്മൾ പറയും. യുദ്ധം പറയുന്നതിന് മുമ്പ് യുദ്ധത്തിനുണ്ടായ കാരണങ്ങൾ, ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചിട്ടല്ല മുത്തുനബി ബദറിലേക്ക് പോയത്. അത് തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോയത്. ഇസ്ലാമിൽ അങ്ങനെ യുദ്ധം ചെയ്യണമെന്നോ മറ്റുള്ളവരെ വകവരുത്തണമെന്നോ ഒന്നുമില്ല. പക്ഷേ യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ബദറിൽ മുത്തുനബിയും സ്വഹാബത്തും എത്തിപ്പെടാനും അവിടെ യുദ്ധം നടക്കാനുമുള്ള കാരണമെന്ന് ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ബദറിന്റെ ചരിത്രം തുടങ്ങുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ, നമ്മുടെ മക്കള് റബീഉൽ അവ്വലിന് പറയില്ലേ, കാതുകൾ കൂർത്ത് കേൾപ്പിച്ചെടുക്കണം പറയില്ലേ മക്കള്, അല്ലേ? നമ്മളെ പൂമ്പാറ്റകളെ പറയല്ലേ, കാതുകൾ കൂർപ്പിച്ച് കണ്ണുകൾ മിഴിച്ച് കേട്ടിരിക്കണം പറയല്ലേ? അതേ പ്രകാരം ബദർ നല്ലോണം കേട്ടിരുന്നോളി, അതിന്റെ കാരണം പഠിച്ചോളി ഇൻഷാ അല്ലാഹ്. നമ്മൾ കുറെ ബദർ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ കാരണം ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ദീനീ പ്രബോധനം നടത്താണ്. അന്ന് കാലം മുതൽ വരികയാണ് കഅബ. പരിശുദ്ധമായ കഅബയുടെ പരിസരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാർക്ക് ദീനീ പ്രബോധനം നടത്താണ്. ദീനീ പ്രബോധനം നടത്തുന്നത് എങ്ങനെ? അല്ലാഹു വലിയവനാണ്, അല്ലാഹു ഏകനാണ്, നിങ്ങൾ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. ബഹുദൈവ ആരാധനകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന് നിങ്ങൾ മാറണം, യഥാർത്ഥ ദീനിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം മക്കയുടെ മണ്ണിൽ തുടക്കം കുറിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനീ പ്രബോധനം നടത്തുമ്പോ മക്കയിലെ ജനങ്ങൾ വന്നുകൊണ്ട്, മുഹമ്മദേ, നിങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്, അല്ലമീനാണ്, പക്ഷേ നിന്റെ ദൈവത്തെ കൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയൂല, നീ പറഞ്ഞ അല്ലാഹുവിനെ കൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയൂല, നീ പറയുന്ന അല്ലാഹുവിനെ കൊണ്ട് ഞങ്ങളെ വിശ്വസിക്കാൻ റെഡിയല്ല മുഹമ്മദേ.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീൻ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ മക്കയിലെ ഖുറൈശികൾ മുത്തുനബിയെ പരിഹസിക്കാൻ തുടങ്ങി. വിദ്വേഷത്തിന്റെ വിത്ത് മുളക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പരിഹാസത്തിന്റെ കണ്ണിലൂടെ മുത്തുനബിയെ അവരെ കാണുകയാണ്. അപമാനിക്കാനുള്ള അവസരമെല്ലാം അവർ ഉപയോഗപ്പെടുത്തുകയാ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപമാനിക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനുമുള്ള അവസരങ്ങളെല്ലാം ഖുറൈശി കിങ്കരന്മാര് ശത്രുക്കൾ ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലമീൻ എന്ന് വിളിച്ചവരെ ചീത്തപ്പേര് വിളിച്ചു. അല്ലമീൻ എന്ന് വിളിച്ചവരെ ചീത്തപ്പേര് വിളിച്ചു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ മക്കക്കാരെയെല്ലാം ഒരുമിച്ച് കൂട്ടി. എന്നിട്ടോ മക്കക്കാരെയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഫാ കുന്നിന്റെ മുകളിൽ കയറി. സഫാ കുന്നിന്റെ തായ്വാരത്തിന്റെ മുകളിൽ കയറി. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ മക്കയിലെ സഫാ കുന്ന് കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? ആ പവിത്രമായ കുന്ന് നമുക്ക് കാണണം. അവിടെ പോവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ദീനീ പ്രബോധനം നടത്തുകയാണ്. ജനങ്ങളെ, നിങ്ങളെ കടന്നു വരണം. പരിശുദ്ധമായ ദീനിലേക്ക് നിങ്ങൾ കടന്നു വരണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആ തിരുവചനത്തിന്റെ പൊരുൾ മക്കയിലെ ജനങ്ങൾക്ക് മുത്തുനബി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആരാധിക്കുന്ന ആരാധനകളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ശിർക്കിൽ നിന്ന് പിന്മാറിയിട്ട് യഥാർത്ഥ തൗഹീദിലേക്ക് നിങ്ങൾ കടന്നു വരണം. യഥാർത്ഥ തൗഹീദിന്റെ ദീനീ വെളിച്ചത്തിലേക്ക് കടന്നു വരണമെന്ന് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ കുന്നിന്റെ പരിസരത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോ അവര് മുത്തുനബിയെ പരിഹസിക്കാൻ തുടങ്ങി. ഇത് പേദ ദീന്, പുതിയൊരു ദീനായിട്ട് വന്നുകണല്ലോ. ഇതുവരെ ഞങ്ങളെ കൂടെ അല്ലമീനായിട്ട് നിങ്ങൾ നിന്ന്, ഇപ്പൊ നിങ്ങൾ പുതിയ ദീനായിട്ട് വന്നുല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കാൻ തുടങ്ങി. മുത്തുനബിയെ പരിഹസിക്കാൻ തുടങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമല്ല, കൂടെ വിശ്വസിച്ച മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം പുരുഷന്മാരിൽ നിന്ന് വിശ്വസിച്ചത്, സ്ത്രീകളെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിച്ച മഹദിയാണ് മഹദി ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അല്ലാഹുവേ, മുത്തുനബിയെ പരിഹസിക്കാൻ തുടങ്ങി. ദീന് പ്രചരണം നടത്തിയപ്പോ വെറുതെ മുത്തുനബി ബദറിലേക്ക് പോയതല്ല, അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ പഠിക്കും. മുത്തുനബിയെ പരിഹസിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിഹസിച്ചു. ആദ്യം പരിഹാസത്തിൽ നിന്നാണ് തുടങ്ങിയത്. കാരണം എന്താ? കളിയാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്മാറുമല്ലോ. പരിഹസിച്ച് കഴിഞ്ഞാൽ പിന്മാറും. കളിയാക്കിയിട്ട് പിന്മാറിയിട്ടില്ലെങ്കിലാണ് പിന്നെ മേത്തേക്ക് വരുത്താക്കുക. ആദ്യം ഒരാൾ ഒതുക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓലെ കളിയാക്കാൻ വേണ്ടി ശ്രമിക്കും, പരിഹസിക്കാൻ ശ്രമിക്കും. പക്ഷെ എന്നിട്ട് നിന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ മേത്തേക്ക് പണിയെടുക്കലോ. അപ്പൊ ആദ്യം അവര് ചെയ്തത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെയും കളിയാക്കി പരിഹസിക്കാൻ തുടങ്ങി. പക്ഷേ മുത്തുനബി പിന്മാറിയില്ല, സ്വഹാബത്തും പിന്മാറിയില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. എത്ര തവണ പരിശുദ്ധമായ കഅബ, ആ കഅബാലയത്തിന്റെ പരിസരത്ത് വന്നുകൊണ്ട് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ എത്ര തവണയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ആക്രമിച്ചത്? ഒരുപാട് തവണ, ഒരു തവണയല്ല, പലപ്പോഴും കഅബാലയത്തിന്റെ പരിസരത്ത് വന്നിരിക്കുമ്പോൾ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലതവണയായിട്ട് അവർ ആക്രമിച്ചു, പലതവണയായിട്ട് അവർ വേദനിപ്പിച്ചു. പക്ഷേ മുത്തുനബി അപ്പോഴും തിരിച്ചൊന്നും പറഞ്ഞില്ല. അല്ലാഹ് പരിശുദ്ധ കഅബ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധ കഅബ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കഅബാലയത്തിന്റെ തിരുമുറ്റത്തൊന്ന് ചെല്ലാൻ റബ്ബേ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അങ്ങനെ ദീന് പ്രചരിപ്പിച്ചതിന്റെ കാരണം കൊണ്ട് പിന്നങ്ങോട്ട് പീഡനത്തിന്റെ ദിനങ്ങളായിരുന്നു പ്രിയപ്പെട്ടവരെ, അക്രമങ്ങൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ അനുയായികളെയും നിരന്തരം ആക്രമിക്കുക. അല്ലാഹുവിന്റെ ഹബീബിനെ പിന്തുണച്ചവരാരാ, അവരെയും അവര് വെറുതെ വിട്ടില്ല. മുത്തുനബിയെ പിന്തുണച്ചവരെ അവർ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റീപ്ലൈ കൊടുത്തിട്ടില്ല, തിരിച്ചടിച്ചിട്ടില്ല, തിരിച്ചക്രമിച്ചിട്ടില്ല, തിരിച്ചൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മർദ്ദന മുറകൾ മാറി മാറി വന്നു. യുദ്ധത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ മാറി മാറി ശത്രുക്കളെ കയ്യിൽ നിന്ന് പലപ്പോഴും മുസ്ലിമീങ്ങളിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ മുത്തുനബിയിലേക്ക് എത്തി. വല്ലാത്ത പീഡനങ്ങള്, മർദ്ദനങ്ങള്, പലരെയും അവർ വധിച്ചു കളഞ്ഞ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടുകാരെയും അവര് ബഹിഷ്കരിച്ചു. ഉപരോധം ഏർപ്പെടുത്തി. വ്യാപാര ഇടപാടുകൾ തടഞ്ഞു വെച്ചു. നബി തങ്ങൾക്ക് കച്ചവടം നടത്താൻ പറ്റൂല, നബി തങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാൻ പറ്റൂല. അങ്ങനെയാണല്ലോ ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരിവിൽ ഒരു കാലത്ത് രാജകൊട്ടാരത്തിൽ പിറന്ന് രാജകൊട്ടാരത്തിലെ റാണിയായി വാണിരുന്ന മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന ശൈബ് അബീ താലിബിന്റെ രണ്ട് മലഞ്ചെരിവിൽ കിടന്ന് ശത്രുക്കൾ ഉപരോധം ഏർപ്പെടുത്തിയതാണ്. ഇന്ന് മക്കയിൽ ചെന്നാൽ അതിന്റെ ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരിവ് പറഞ്ഞു വരുന്നത് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുയായികൾക്കും അവർ ഭക്ഷണം കൊടുത്തില്ല, ഇടപാടുകളൊക്കെ നിർത്തിവെച്ചു, വീട് തകർക്കാൻ ശ്രമിച്ച്, എല്ലാം നശിപ്പിക്കാൻ ഒരുങ്ങി. അല്ലാഹുവേ, അങ്ങനെയാണ് പരിശുദ്ധമായ കഅബ, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുകയാണ്. മസ്ജിദുൽ ഹറാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ നമസ്കരിക്കുകയായിരുന്നു. അങ്ങനെ നമസ്കരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നമസ്കരിക്കുമ്പോഴാണ് നമസ്കരിക്കുമ്പോഴാണ് അബൂജഹൽ വരുന്നത്. അബൂജഹൽ വന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ജനങ്ങളെ, ആരാണ് ആ കഅബയുടെ പരിസരത്ത് നമസ്കരിക്കുന്ന മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദിന്റെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല നിങ്ങൾ ആരാണ് എറിയുന്നത്? ജനങ്ങളെ, ആരാണ് നിങ്ങൾക്ക് ധൈര്യമുള്ളത്? എറിയാൻ ധൈര്യമുള്ളവർ ആരാണ്? ഒട്ടകത്തിന്റെ കുടൽമാലയാണ്, ചില്ലറയല്ല. ഒട്ടകത്തിന്റെ കുടൽമാലയാണ്, ചില്ലറയല്ല. അല്ലാഹുവേ, അബൂജഹൽ ചോദിച്ചു, ആരാണ് നിങ്ങളിൽ ധൈര്യമുള്ളവൻ? കഅബയുടെ പരിസരത്ത് നമസ്കരിക്കുന്ന മുഹമ്മദിന്റെ തലയിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവരണം. ആടിന്റേതല്ല, ആടിന്റേതാണെങ്കിൽ കുറച്ചുള്ളൂ, കോഴിയുടേതാണെങ്കിൽ കുറച്ചുള്ളൂ, കാടയുടേതാണെങ്കിൽ കുറച്ചുള്ളൂ. ഒട്ടകം വന്ന വലിയ ജീവിയുടെ ആ ഒട്ടകത്തിന്റെ കുടൽമാല, ആ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിടണം. അല്ലാഹുവേ, അബൂജഹൽ അവിടെന്ന് ചോദിച്ചപ്പോ അതിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് ഉത്ബത്ത് ഇബ്നു അബീ മുഅയ്തി എന്ന ഏറ്റവും വലിയ നിർഭാഗ്യവാനായ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ കൊണ്ടകിടാ. എന്താ കൊണ്ടിട്ടത്? ഒട്ടകത്തിന്റെ കുടൽമാല. ഒട്ടകത്തിന്റെ കുടൽമാല ചില്ലറയില്ല, അതങ്ങട്ട് കൊണ്ടിടണം. അല്ലാ, ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനായ ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത് പറഞ്ഞു, ഞാൻ കൊണ്ടിടാം ഒട്ടകത്തിന്റെ കുടൽമാല, ഞാൻ കൊണ്ടിട. രണ്ട് കൈകൊണ്ട് വാരി വാരി അവനിങ്ങനെ കൊണ്ടുവന്നിട്ട് കഅബയുടെ പരിസരത്ത് നമസ്കരിക്കുന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിൽ അങ്ങിട്ടു. മുത്തുനബി സുജൂദ് ചെയ്യാം.
ഇതുവരെ മുത്തുനബി ആക്രമിച്ചിട്ട് മുത്തുനബി ഒന്നും പറഞ്ഞില്ല. ഇതുവരെ മുത്തുനബിയെ ചീത്ത പറഞ്ഞിട്ട് മുത്തുനബി ഒന്നും പറഞ്ഞില്ല. നമസ്കരിക്കുന്ന മുത്തുനബിയുടെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല. എന്ത് ഒട്ടകത്തിന്റെ കുടൽമാല? ചില്ലറയല്ല പ്രിയപ്പെട്ടവരെ. എത്ര വെയിറ്റ് ഉണ്ടാകും അത്? എത്ര വെയിറ്റ് ഉണ്ടാകും? വലിയൊരു സാധനം കൊണ്ട് മുത്തുനബിയുടെ ശിരസിലങ്ങ് ഇടുക. അത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അറുത്ത ഒട്ടകാണ്. അന്ന് അറുത്ത ഒട്ടകത്തിന്റെ കുടൽമാലയാണെങ്കിൽ വല്ലാതെ വാസന, സ്മെല്ല് വരില്ല അല്ലേ? ഇപ്പൊ നമ്മളെ പരിസരത്തൊക്കെ കോഴി വേസ്റ്റ് കൊണ്ടുവന്നിട്ടാലേ അത് കണ്ട ഓനെ പിടിച്ച് പളങ്കൂല നമ്മള് അല്ലേ? ചില സ്ഥലത്തൊക്കെ എഴുതിയില്ല, നിങ്ങൾ ഇവിടെ കോഴി വേസ്റ്റ് തള്ളാൻ പാടില്ല. ഇവിടെ നല്ല അവിടെ ഒന്നും തള്ളാൻ പാടില്ല. കാരണം എന്താ? അതിന്റെ സ്മെല്ല് സഹിക്കാൻ കഴിയൂല. അതിന്റെ സ്മെല്ല്. അത് കോഴിയുടെ സ്മെല്ല്. ഇത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പറുത്ത ഒട്ടകത്തിന്റെ കുടൽമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യപ്രവാചകന്റെ ശരീരത്തിൽ വന്നങ്ങ് ഇട്ടു. ആരാ ഇട്ടത്? ഉഖ്ബത്ത് ബിൻ അബീ മുയത്ത് എന്ന് പറഞ്ഞ ഹൈവാൻ ഇട്ടത്. പറഞ്ഞത് അബൂജഹല. ഇതങ്ങിട്ട് ഇട്ടപ്പോ മുത്തുനബിയുടെ ശരീരത്തിൽ ഇത് ഇത്രയും വലിയ സാധനല്ലേ? കുറച്ചുള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ തട്ടി മാറ്റാം. ഇത് ഒട്ടകത്തിന്റെ കുടൽമാലയാണ്. നിങ്ങൾ കണ്ടില്ല അത്? അല്ലാ, എത്ര വലിയ സാധനാണത്! അല്ലാഹുവേ, കൂടുതൽ കാണിച്ചു തരുന്നില്ല. അത്രയും വലിയ സാധനം വന്നിട്ട് മുത്തുനബിയുടെ ശിരസിൽ അങ്ങ് ഇട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുജൂദെന്ന് തല ഉയർത്താൻ കഴിയണില്ല. തല ഉയർത്താൻ കഴിയാതെ വന്നപ്പോ അല്ലാഹ് സ്വഹാബത്തുണ്ട്, പക്ഷെ പോകാൻ പേടിയാണ്. കാരണം അവിടെ അബൂജഹലും കൂട്ടൻ നല്ലോണം ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. അല്ലാഹുവേ, ഓടി വന്നില്ലേ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഓടി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലുള്ള ആ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല ഓരോന്നോരോന്നായി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മാറ്റി വെക്കുകയാണ്. റബ്ബേ, എന്തൊരു വലിയ വിഷമമാണ്! അന്ന് സുജൂദിൽ നിന്ന് തല ഉയർത്താൻ കഴിയാതെ വന്നപ്പോ ഇതുവരെ പ്രതികരിക്കാത്ത മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബേ, അല്ലാഹുവേ, 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 മുളർ ഗോത്രത്തിലെ ഈ അബൂജഹലും കൂട്ടുകാരും അല്ലാഹ് നമസ്കരിക്കുന്ന എന്റെ ശരീരത്തിൽ വന്ന ഒട്ടകത്തിന്റെ കുടൽമാല കറഞ്ഞുവല്ലോ. അല്ലാഹ്, ഇതിന് പകരമായിട്ട് നീ ശിക്ഷ കൊടുക്കണേ അല്ലാഹ്. ഇതിന് പകരമായിട്ട് നീ ശിക്ഷ കൊടുക്കണേ അല്ലാഹ്. ഹിശാമിന്റെ മകൻ അബൂജഹലാണ് എന്റെ ശരീരത്തിലേക്ക് കുടൽമാല കിട്ടത്. അബൂജഹൽ മാത്രമല്ല, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്. അല്ലാഹുവേ, നീ അവരെ പിടികൂടണമല്ലാ, നീ അവരെ പിടികൂടണമല്ലാ. എന്റെ ശരീരത്തിലേക്ക് ഞാൻ നമസ്കരിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് വിട്ട അബൂജഹലിനെയും ഉത്ബയെയും ശൈബത്തിനെയും നീ വെറുതെ വിടാൻ പാടില്ല റബ്ബേ. നമസ്കാരത്തിലാണല്ലോ അവര് ചതി ചെയ്തത്. എന്നോട് അവരെ എന്ത് കാണിച്ചിട്ടും ഞാൻ അവരോടൊന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല. എന്നെ കല്ലെറിഞ്ഞിട്ട് പോലും ഞാൻ അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചിട്ട് പോലും ഞാൻ അവരോട് തിരിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്നെ ചീത്ത പറഞ്ഞപ്പോഴും എന്റെ ഉമ്മയെയും ബാപ്പയെയും കുറ്റം പറഞ്ഞപ്പോഴും ഞാൻ അവരോട് തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല അല്ലാഹ്. പക്ഷേ ഞാൻ നമസ്കരിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ കുടൽമാല വന്നു കേട്ട് എന്റെ നമസ്കാരത്തിന് തടസ്സം സൃഷ്ടിച്ച അബൂജഹലിനെയും ഉത്ബയെയും ശൈബത്തിനെയും നീ വെറുതെ വിടാൻ പാടില്ല റബ്ബേ, നീ വെറുതെ വിടാൻ പാടില്ല റബ്ബേ, നീ വെറുതെ വിടാൻ പാടില്ല റബ്ബേ. ആ പ്രാർത്ഥനയാണ് ബദറിന്റെ പൊട്ടക്കിണറ്റിൽ അബൂജഹലിനെ എത്തിച്ചത്. ഇൻഷാ അല്ലാഹ് മുത്തുനബി ഇന്ന് ദുആ ചെയ്ത ദുആ നിങ്ങൾ ആരും മറക്കരുത്. ഇനി ഞാൻ ബദറിന്റെ യുദ്ധം ബദറിന്റെ യുദ്ധം പറയുന്ന ദിവസം ഞാൻ ഈ പ്രാർത്ഥന ചോദിക്കും. ആരും മറക്കരുത്. മുത്തുനബി മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കുമ്പോ, മസ്ജിദുൽ ഹറാമിന്റെ പഴയ ഫോട്ടോ ഉണ്ടേനേ, മസ്ജിദുൽ ഹറാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമ്പോ, കഅബയുടെ പരിസരത്ത് നമസ്കരിക്കുമ്പോ മുത്തുനബിയുടെ ശരീരത്തിൽ കൊണ്ടുവന്നിട്ട ഒട്ടകത്തിന്റെ കുടൽമാല
അത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായി. അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, റബ്ബേ എന്റെ ശരീരത്തിൽ ഈ കുടൽമാല ഇട്ട ഈ ഹയവാന്മാരെ നീ വെറുതെ വിടല്ലേ. അപ്പൊ ഇന്ന് ഈ ദുആ നമ്മൾ മറക്കരുത്. ഞാൻ അന്ന് ചോദിക്കുന്നു, ബദറിന്റെ യുദ്ധം പറയുമ്പോൾ ഞാൻ ചോദിക്കും, മുത്തുനബി ദുആ ചെയ്യുന്ന ദുആ എന്താണ്? ഈ ദുആ എനിക്കാണ് അല്ലാഹു ബദറിൽ കാണിച്ചു കൊടുത്തു. മറക്കുവോ? നിങ്ങൾ മറക്കുവോ? ഇല്ല എന്ന് പറയും. മറക്കരുത്. ഈ ദുആഇന്റെ ഫലാണ്, ഈ ദുആഇന്റെ ഫലമാണ് ബദറിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തത്. പറഞ്ഞു വരുന്നത് അങ്ങനെ നോക്കിയേ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളെ കൂടെ വീണ്ടും ഇങ്ങനെ കഅബ തവാഫ് ചെയ്യാം. കഅബ തവാഫ് ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കാൻ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആക്രമിക്കാൻ വീണ്ടും അവർ വന്നു. കഅബ, പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ വീണ്ടും അവർ വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കാൻ അവർക്ക് പേടിയായി. അപ്പൊ കൂടെ ഉള്ളതാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കൂടെ മുത്തുനബിയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബന്റെ അടുത്തുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് അടിക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പിടിച്ചിട്ട് ഒരൊറ്റ അടി അബൂജഹൽ വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം നഷ്ടപ്പെട്ട് വീണു. അല്ലാ, നിങ്ങൾ ആലോചിക്കുക, എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ. മാത്രമല്ല പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട പെൺമക്കളുണ്ടല്ലോ, റുഖിയ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹ. രണ്ടുപേരെയും കല്യാണം കഴിച്ചിരുന്നത് അബൂജഹലിന്റെ രണ്ട് മക്കളായിരുന്നു. ഇസ്ലാം പ്രബോധനത്തിന്റെ മുന്നെയാണല്ലോ കല്യാണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ രണ്ട് പെൺമക്കളെയും അങ്ങ് ത്വലാഖ് ചൊല്ലുകയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട പുന്നാര മക്കളായ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയും ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹയും അവരുടെ രണ്ടുപേരിന് ഭർത്താക്കന്മാർ, അവർ രണ്ടുപേരെയും ത്വലാഖ് ചൊല്ലുകയാണ്. ത്വലാഖ് ചൊല്ലണം, മുഹമ്മദിന്റെ മക്കളെ ത്വലാഖ് ചൊല്ലണോ. അവരിവിടെ താമസിക്കാൻ പോലും അനുവദിക്കാൻ പാടില്ല. ആ രണ്ട് പെൺമക്കളെയും ത്വലാഖ് ചൊല്ലി റബ്ബേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര പീഡനങ്ങളാണ് സഹിച്ചിട്ടുള്ളത്. രണ്ട് മക്കളെയും ത്വലാഖ് ചൊല്ലി. രണ്ട് മക്കളെയും കല്യാണം കഴിച്ചതാരാ? അബൂജഹലിന്റെ രണ്ട് മക്കളായിരുന്നു. അന്ന് ഇസ്ലാം വരുന്നല്ലോ. അല്ലാ, രണ്ട് മക്കള്, അതിൽ നിന്ന് ഒന്ന് ഉത്ബത്ത്, രണ്ടാമത്തത് ഉത്തൈബത്ത്. ഈ ഉത്തൈബത്ത് ത്വലാഖ് ചൊല്ലിയത് എങ്ങനെ ഇറങ്ങാക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട പുന്നാരമോളെ ത്വലാഖ് ചൊല്ലാൻ വേണ്ടി പോകാം മുത്തുനബിയുടെ സമീപത്തേക്ക്. ഉത്തൈബ, നല്ലോണം ശ്രദ്ധിച്ചോളി. അബൂജഹലിന്റെ മോൻ ഉത്തൈബ, നല്ലോണം ശ്രദ്ധിച്ചോളി. കുരുത്തക്കേടിന് കയ്യും കാലും വെച്ചോണ്ടാണോ? ഉത്തൈബ മുത്തുനബി ഇങ്ങനെ കാബിന്റെ അടുക്ക് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഉത്തൈബ ചെന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിങ്ങളെ മോളെ ഞാൻ ത്വലാഖില്ല, എനിക്ക് വേണ്ട അവളെ, ഞാൻ ത്വലാഖില്ല. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. എന്താ നീ ഒന്നും ഉണ്ടാത്തെന്ന് പറഞ്ഞ ഡ്രസ്സിനെ പൊടിച്ചിട്ട് ഒറ്റ വലി, ഷർട്ടം കെട്ടി കേറി. ആരുടെ? പാവം മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. മുത്തുനബി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഒന്നും പറയാതെ വന്നപ്പോ ഉത്തൈബ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ ഒറ്റ തുപ്പ്. ആരെ ശരീരത്തേക്ക് ഒരു കുഞ്ഞുറുമ്പിനെ പോലും ഇന്നവരെ ജീവിതത്തിൽ വേദനിപ്പിച്ച ചരിത്രം അല്ലാഹുവേ ലോകത്ത് കാണിച്ചു തരാൻ കഴിയാത്ത മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തന്റെ കയ്യിലേക്ക് തേള് വന്ന് കുത്തിയപ്പോ, വെള്ളത്തിൽ വീണ തേളിനെ രക്ഷപ്പെടുത്തിയപ്പോ നബിയേ, തേള് തങ്ങളെ കുത്തുന്നത് കണ്ടില്ലേ? എന്തിനാ തേളിനെ രക്ഷപ്പെടുത്തുന്നത്? തേളിന്റെ പണിയല്ലേ എടുക്കുന്നത്? എങ്കിലും തേളിന് രണ്ട് കൈകൾ കൊണ്ട് സ്വീകരിച്ച മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ ശരീരത്തിലേക്ക് തുപ്പിയത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വെറും ബദർ കേട്ടാ മതിയോ? ബദറിന് കുറെ കാരണങ്ങളുണ്ട്, പഠിക്കേണ്ട നമ്മളത്. ബദറിനെ കുറിച്ച് പലരും പലപ്പോഴും തെറ്റിദ്ധാരണകൾ പരത്താറുണ്ട്. ഇസ്ലാം യുദ്ധമാണ്, ഒരിക്കലുമല്ല. അപ്പോഴൊക്കെ മുത്തുനബി ക്ഷമിച്ചു. അള്ളാന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ശരീരത്തേക്ക് ഒരാൾ തുപ്പണം നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ പറ, നിങ്ങൾക്ക് പറ്റുമോ? ഒന്നുമില്ല.
ഭാര്യ ഭർത്താക്കന്മാര് ചിലപ്പോ തർക്കം കൂടുമ്പോ തന്നെ തുപ്പി കഴിഞ്ഞാൽ ഓൽക്ക് പറ്റൂല. മുഖത്തടിക്കുക, അതേപോലെ മോത്തക്ക് തുപ്പ എന്നുള്ളത് കൊളർന്ന് പിടിച്ച് ചങ്കിലിട്ട് ഒറ്റ കുത്തേക്കാർ ആരാണെങ്കിലും എത്ര പ്രതികരിച്ച കയ്യിന് ബലമില്ലാത്തവനാണ്. പക്ഷെ മോത്തടിച്ചാൽ ഈ മൂക്കുമ്പോ പിടിച്ചാൽ അതല്ലെങ്കിൽ തുപ്പിക്കഴിഞ്ഞാൽ ഒറ്റ ഇടിയർ കൊടുക്കും നമ്മള്. കാരണം എന്താ, ആർക്കും സഹിക്കൂല. അത് മുഖത്തേക്കട് മാറി തുപ്പി അമ്മോശം കാക്കാന്റെ മുഖത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തേക്ക് ഉത്തൈബ വന്നിട്ട് ഒരൊറ്റ തൊപ്പ്. അപ്പോഴും മുത്തുനബിക്ക് ഒരൊറ്റ കിക്കട് കൊടുത്താ പോലെയോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തില്ല. ലോകത്തെ ഏറ്റവും വലിയ ശക്തമാനല്ലേ മുത്തുനബി. മുത്തുനബിക്ക് ഒന്നിങ്ങനെ തോണ്ടിയ പോരെ, ഉത്തൈബന്റെ കഥ അവിടെ തീരും. പക്ഷെ ഉത്തൈബയോട് ഒന്നും പറഞ്ഞില്ല. ഉടനെ മുത്തുനബി ദുആ ചെയ്തു, അല്ലാഹ് എന്റെ ശരീരം കീറി, എന്റെ വസ്ത്രം കീറി, എന്റെ മുഖത്തേക്ക് ഇവൻ കാർക്കിച്ചു തുപ്പി. അല്ലാഹുവേ, അബൂജഹലിന്റെ മകൻ ഉത്തൈബയെ നിന്റെ സിംഹങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു സിംഹത്തിനെ കൊണ്ട് ഉത്തൈബയെ നീ പിടികൂടണമല്ല. ഒരു സിംഹത്തിനെ കൊണ്ട് നീ പിടികൂടണം. അല്ലാഹുവേ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ. എന്താ ദുആ? ഉത്തൈബയെ ഒരു സിംഹത്തിനെ കൊണ്ട് നീ പിടികൂടണമല്ല. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തപ്പോൾ ഉത്തൈബക്ക് പിന്നെ പേടിയായി. ഉത്തൈബയുടെ മനസ്സ് വേദാറാവാൻ തുടങ്ങി. ഉത്തൈബക്ക് പേടിയായി. കാരണം മുഹമ്മദ് ദുആർന്ന സംഗതി ഓക്കെയാ, മുത്തുനബി ദുആർന്ന സംഗതി നടക്കുന്ന ഉത്തൈബക്ക് മനസ്സിലായി. പിന്നെ ഉത്തൈബന്റെ ജീവിതം ഫുള്ള് റബ്ബേ. അതങ്ങനെയാണല്ലോ അല്ലേ? നിങ്ങളെ ഞാൻ വധിച്ചു കളയുമെന്നൊരു മെസ്സേജ് എങ്ങാനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായി? പ്രൊട്ടക്ഷനായി, പോലീസായി, പട്ടാളായി. അങ്ങനെയാണല്ലോ. ഉത്തൈബക്ക് പിന്നെ പേടിയായി. കാരണം മുത്തുനബി എന്താ ദുആർന്ന, റബ്ബേ നിന്റെ സിംഹങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു സിംഹത്തെ കൊണ്ട് ഉത്തൈബന്റെ കാര്യങ്ങൾ ശരിയാക്കുക. അല്ലാഹ് ബദറിൽ എത്തിയിട്ടില്ലട്ടോ. അങ്ങനെ പിന്നെ ഉത്തൈബക്ക് പേടിയായി. അബൂജഹൽ പറഞ്ഞു, ഉത്തൈബ സ്വന്തം മോനെ സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ ദുആർന്നത് മുഹമ്മദാണ്. മുഹമ്മദ് ദുആർന്ന അതേ മാർക്ക് നടക്കും. അത് അബൂജഹലിന് സംഗതിക്കാറ. പക്ഷെ കിബ്ർ സംഭവിച്ചായിട്ടാണ്. നല്ലോണം ശ്രദ്ധിച്ചട്ടോ ഉത്തൈബ പറഞ്ഞു, എന്ത് മുഹമ്മദ്, എനിക്കൊരു പേടിയില്ല, ഒരു പേടിയില്ല എനിക്ക്. അങ്ങനെ ഉത്തൈബന്റെ അഹങ്കാരം നോക്കി നിങ്ങള്. അബൂലഹബിന്റെ കൂടെ ഉത്തൈബ സിറിയയിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവാ. നല്ലോണം ശ്രദ്ധിച്ചോളി. അബൂലഹബിന്റെ കൂടെ ഉത്തൈബ സിറിയയിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവാ. അപ്പോഴും അബൂജഹൽ പറഞ്ഞു, ഉത്തൈബ നല്ലോണം ശ്രദ്ധിക്കണം, മുഹമ്മദ് നിനക്കെതിരെ ദുആർന്നതാണ്, സിംഹം വന്ന് പിടികൂടും. എന്താ ബാപ്പങ്ങള് പറയണ? മരുഭൂമിയിൽ എവിടെ സിംഹം? മരുഭൂമിയിലെ മരുഭൂമിക്ക് സിംഹം വരുമോ? അല്ലാ, ആരാ പറയണത്? ഉത്തൈബ വെല്ലുവിളിക്കണേ. മരുഭൂമിയിൽ സിംഹം വരും. മുഹമ്മദ് ദുആ പോയി പണിയൊക്കാൻ പറയും. എന്ത് ദുആ? ഉത്തൈബ വലിയ ആളായിട്ട് ഇങ്ങനെ വലിയ ജഗവില്ലിയിട്ട് ഇങ്ങനെ പോകാം. ആരാ കൂടെ ഉള്ളത്? അബൂലഹബ് ഉണ്ട്. പക്ഷെ ഉത്തൈബന്റെ മനസ്സിൽ ചെറിയ പേടി. ഉത്തൈബ പറഞ്ഞു, അബൂലഹബ് നമ്മൾ ഒറ്റക്ക് പോകണ്ട, നമുക്ക് കുറച്ചുകൂടി ആൾക്കാരെ കൊണ്ടുപോവാം. അങ്ങനെ കുറെ ആളുകളെ കൂടി മുത്തുനബിന്റെ പ്രാർത്ഥന നടന്നതെന്ന് ആലോചിച്ച് നിങ്ങള്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയിൽ പേടിച്ചിട്ട് ഉത്തൈബ എന്ത് ചെയ്തു? കുറെ ആളുകളെ കൊണ്ടുപോയി. എന്നിട്ട് ശിറയിലേക്ക് കച്ചവടത്തിന് പോയപ്പോ കച്ചവടത്തിന്റെ വഴിയിൽ വെച്ചിട്ട് അവര് ഉറങ്ങാൻ എല്ലാരും ഉറങ്ങുന്നുണ്ട്. പക്ഷെ ഉത്തൈബ ഉറങ്ങണില്ല. അല്ലാഹ്, അവിടുന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും സിംഹങ്ങാനും വരുമോ? സിംഹങ്ങാനും വരുമോ? അല്ലാഹ്, ആരെ പേടി? ഉത്തൈബന്റെ മനസ്സ് പേടി. അല്ലാഹ്, മൂപ്പരെങ്ങാനും വരുമോ? മൂപ്പരെങ്ങാനും വന്ന് ഇന്നെ കൊണ്ടുപോയാലോ? മരുഭൂമിയിൽ സംഗതി സിംഹമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നരങ്ങട്ട് വന്നാലോ? കണ്ടില്ലേ, നിക്കണ കണ്ടില്ലേ? റബ്ബേ അല്ലാഹ്, അതങ്ങട്ട് വന്ന് കൊണ്ട കണ്ടാ തന്നെ പേടിയാ. അങ്ങനെ ഉത്തൈബ എന്ത് ചെയ്തു? അറിയൊക്കെ അവരെ കച്ചവട സാധനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി. എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ ഈ ഹൈവാൻ കിടന്നുറങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്റെ ബുദ്ധി പോയ പോക്ക്. കച്ചവട ചരക്കുകളൊക്കെ ഇങ്ങനെ കുന്നു കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് ഏറ്റവും മുകളിൽ കയറി. എന്നാ പിന്നെ സിംഹം ചാടി പിടിച്ചാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതിന്റെ മുകളിൽ ഇവൻ കിടന്നുറങ്ങി. എന്നിട്ട് കൂടെ പോകുന്ന ആളുകളോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ചുറ്റുഭാഗത്ത് ഉറങ്ങിക്കോളി. എന്നാ പിന്നെ സിംഹം വന്ന് കഴിഞ്ഞാല് നിങ്ങളെ പിടിച്ചിട്ടല്ലേ എന്നെ പിടിക്കാൻ വരുള്ളൂ. ആര് പറയാ? ഉത്തൈബ പറയാ. അബൂജഹലല്ല ആള്. അപ്പൊ ഓന്റെ കുറച്ചൊക്കെ ബുദ്ധിവനുണ്ടാവുമല്ലോ, ഈ സാധനത്തിനുണ്ടാവുമല്ലോ. അങ്ങനെ ചരക്കുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് മൂപ്പരാൾ അതിന്റെ മേലെ കിടന്നുറങ്ങി. കൂടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചുറ്റും കിടന്നുറങ്ങി. പക്ഷേ പ്രാർത്ഥനകാരുടെ പ്രാർത്ഥനയാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയാണ്. ആരംഭ റസൂലുള്ളാഹി
മനസ്സറിഞ്ഞ് ദുആ ചെയ്ത ദുആകളേ. അല്ലാഹുവേ, ശിറയിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുമ്പോ വഴിവക്കിൽ കൂട്ടുകാരുടെ കൂടെ ഉറങ്ങിയിരുന്ന അബൂജഹലിന്റെ പ്രിയപ്പെട്ട മോന് ഉത്തൈബ, ആ ഉത്തൈബയെ പിടികൂടാൻ ഒരു സിംഹം കടന്നു വരികയാണ്. ഇവിടെ നാണെന്നറിയൂല, ഒരു സിംഹം വരികയാണ്. ആ സിംഹം വന്നുകൊണ്ട് ഉത്തൈബയെ പിടികൂടുകയാണ്. അല്ലാഹുവേ, തന്റെ കൂട്ടുകാരൻ കിങ്കരന്മാരൊക്കെ ഉണ്ടായിട്ട് പോലും, പടയാളികൾ ഉണ്ടായിട്ട് പോലും അബൂജഹലിന്റെ പൊന്നുമോന് ഉത്തൈബ, ആ ഉത്തൈബയെ സിംഹം ഒന്ന് പിടികൂടുകയാണ്. എല്ലാവരും പേടിച്ചോടുകയാണ്. അബൂജഹലിന്റെ പൊന്നുമോന് ഉത്തൈബയെ സിംഹം പിടികൂടി എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു. എവിടെന്നോ ഒരു സിംഹം വന്നുകൊണ്ട് അബൂജഹലിന്റെ മോനെ ഉത്തൈബയെ കടിച്ചുകൊണ്ട് പോവുകയാണ്. സിംഹത്തെ കണ്ടപ്പോ ആളുകളെല്ലാവരും പേടിച്ചോടി. എന്റെ പ്രിയപ്പെട്ടവരെ, അത് മുത്തുനബിയുടെ ദുആയാണ്. മുത്തുനബിയുടെ ശരീരത്തിലേക്ക് കാർക്കിച്ചു തുപ്പിയവനാണ് ഉത്തൈബ. സ്വന്തം മോളെ ത്വലാഖ് ചൊല്ലിന്ന് മാത്രല്ല പറഞ്ഞത്, സ്വന്തം മോളെ ത്വലാഖ് ചൊല്ലിന്ന് പറഞ്ഞ് പോവാണെങ്കിൽ സംഗതി അവിടെ തീർന്നീനി. പക്ഷേ ഡ്രസ് പഠിച്ച് കീറി, മാത്രല്ല മുത്തുനബിയുടെ ശരീരത്തേക്ക് കാർക്കിച്ചു തുപ്പി. പിന്നെ മുത്തുനബി ദുആ ചെയ്തപ്പോൾ അല്ലാഹു അങ്ങോട്ട് ഉത്തരം കൊടുത്തു. അപ്പോ ഉത്തൈബയെ സിംഹം ഡഗഡഗ കൊണ്ടുപോയി. അങ്ങനെ തീർന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ഒന്നുകൂടി ശക്തി കൂടി. മുഹമ്മദിനെ വിട്ടാൻ പറ്റൂല. മാഷാ അല്ലാഹ്. പിന്നെ അക്രമം തുടങ്ങി, നിരന്തരം അക്രമം. അങ്ങനെ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പോവാണ്. സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പരിശുദ്ധമായ മക്ക വിട്ടുകൊണ്ട് ത്വായിഫിന്റെ മണ്ണിലേക്ക് ചെല്ലുകയാണ്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിന്റെ മണ്ണിലേക്ക് ചെല്ലുകയാണ്. അവിടെ എന്റെ കുടുംബമുണ്ടല്ലോ, ത്വായിഫിന്റെ മണ്ണിൽ എന്റെ കുടുംബമുണ്ടല്ലോ, ത്വായിഫിന്റെ മണ്ണിൽ എന്റെ കുടുംബമുണ്ടല്ലോ. ആ കുടുംബം എന്നെ നോക്കുമല്ലോ, ആ കുടുംബം എനിക്ക് സമാധാനത്തിന്റെ വാക്കുകൾ തരുമല്ലോ. ഉമ്മയില്ലാത്ത മക്ക, ബാപ്പയില്ലാത്ത മക്ക, ഭാര്യ മക്കളില്ലാതെ, കൂട്ടുകാരില്ലാതെ ഒറ്റപ്പെട്ട മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ത്വായിഫിന്റെ മണ്ണാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്. ആ ത്വായിഫിന്റെ മണ്ണിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുകയാണ്. ത്വായിഫിലേക്ക് പോകുമ്പോ കൂടെ മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഫാത്തിമ ബീവിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ സയ്യിദ് ഇബ്നു ഹാരിസയുടെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. മുഅ്തദിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ സയ്യിദ് ഇബ്നു ഹാരിസയുടെ കണ്ണീരിന്റെ ചരിത്രം, എന്റെ റമദാനിലാവിന്റെ ജനലക്ഷങ്ങളെ നിങ്ങൾ കേട്ട് കഴിഞ്ഞതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ ചെന്നപ്പോൾ ത്വായിഫുകാരെ മുത്തുനബിയെ കണ്ടപ്പോൾ കല്ലെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിഞ്ഞു. അല്ലാഹുവേ, ആരംഭ റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് കല്ലുകൾ വന്ന് പതിച്ചു കണ്ടില്ലേ? ആ ത്വായിഫിന്റെ മണ്ണിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ത്വായിഫുകാരെ കല്ലെറിയുകയാണ്. അല്ലാഹ് കല്ലേറ് ലഭിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. മുത്തുനബിയുടെ മനസ്സ് വേദനിച്ചു. റബ്ബേ, ഈ നാട്ടുകാരനെ കല്ലെറിയുകയാണല്ലോ, ചെറിയ മക്കൾ വന്നിട്ട് എന്നെ കല്ലെറിയുകയാണല്ലോ, ചെറിയ മക്കൾ വന്നിട്ട് എന്നെ കല്ലെറിയുകയാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ രക്തം പൊടിയാൻ തുടങ്ങി. അല്ലാഹ്, തായിഫിന്റെ മണ്ണിൽ മുത്തുനബി ഒറ്റപ്പെടുകയാണ്. ഓരോ വലിയ വലിയ കല്ല് വന്ന് വധിക്കുമ്പോ മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ രക്തം പൊടിയുകയാണ്. ആരും കൂട്ടിനില്ല.
അപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു കല്ലേറ് ലഭിച്ച് സയ്യിദ് തങ്ങളെ തലപൊട്ടി രക്തം ഇങ്ങനെ ഒലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലേറ് താങ്ങാൻ കഴിയാതെ വന്നപ്പോ അവിടുന്ന് ഞരങ്ങി ഇങ്ങനെ ആ മലകൾക്കിടയിലൂടെ ഞരങ്ങി ഇങ്ങനെ തായ് ഭാഗത്തേക്ക് വരികയാണ്. ആ പാറകൾക്കിടയിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് കല്ലേറ് ലഭിച്ചപ്പോ രണ്ട് കൈയും നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ ഞരങ്ങി താഴത്തേക്ക് വരികയാണ്. എന്റെ റമദാനിലാവിന്റെ കുടുംബങ്ങളെ, നിങ്ങളിന്ന് ത്വായിഫിൽ ചെന്നാൽ കാണാൻ കഴിയുന്നതാണ്. മുത്തുനബിക്ക് കല്ലേറ് കിട്ടിയ സ്ഥലം നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയുന്നതാ. ത്വായിഫിന്റെ മണ്ണിൽ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കല്ലേറ് ലഭിച്ചപ്പോ മുത്തുനബി കൈ കൊണ്ട് ഇങ്ങനെ ഞരങ്ങി വീണ സ്ഥലം ഇന്ന് നമുക്കവിടെ വേര് കെട്ടിയതായി അടയാളപ്പെടുത്തിയത് കാണാം. ആരുമില്ലാത്ത നബി തങ്ങൾക്ക് അന്ന് സമാധാനത്തിന്റെ വാക്ക് പറയാ ബന്ധതാരം എന്നറിയോ? ചിറകടിച്ച് പറന്ന് വന്നില്ലേ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഈ ത്വായിഫുകാർ നിങ്ങളെ കല്ലെറിഞ്ഞില്ലേ നബിയേ? ഈ ത്വായിഫുകാർ നിങ്ങളെ കല്ലെറിഞ്ഞില്ലേ നബിയേ? ഈ ത്വായിഫുകാർ നിങ്ങളെ കല്ലെറിഞ്ഞില്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളൊരു വാക്ക് പറഞ്ഞാ മതി നബിയേ, തങ്ങളൊരു വാക്ക് പറഞ്ഞാ മതി നബിയേ. നിങ്ങളെ കല്ലെറിഞ്ഞ ഈ ത്വായിഫിലെ ജനങ്ങളെ ഞാൻ മലകൾക്കിടയിൽ അല്ലാഹുവിന്റെ റസൂലേ ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു കൊള്ളാം തങ്ങളെ. അപ്പോഴും മുത്തുനബിയുടെ പ്രാർത്ഥന എന്താ വേണ്ട? ജിബ്രീലേ, അരുതി ജിബ്രീലേ, അവരോട് പകരം ചോദിക്കണ്ട, അവരോട് പകരം വീട്ടണ്ട ജിബ്രീലേ. അവരെ പാവമല്ലേ ജിബ്രീലേ, അവരെ പാവമല്ലേ ജിബ്രീലേ? എന്നെ കല്ലെറിഞ്ഞെന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു എന്നത് ശരിയാണ്, പക്ഷേ ത്വായിഫുകാരെ നിങ്ങൾ നശിപ്പിക്കല്ലേ ജിബ്രീൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തായിഫിന്ന് കല്ലേറ് കിട്ടി സഹിക്കാൻ കഴിയാതെ മുത്തുനബി അവിടുന്ന് പതുക്കെ അങ്ങോട്ട് രക്ഷപ്പെടാ. എങ്ങട്ടാ രക്ഷപ്പെട്ടത്? അടുത്തുണ്ട് ഒരു മുന്തിരിത്തോട്ടം കണ്ട്. അല്ലാഹ്, ആ മുന്തിരിത്തോട്ടത്തേക്ക് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മുന്തിരിത്തോട്ടം കണ്ടപ്പോ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് പോയി. അതാര മുന്തിരിത്തോട്ട? അല്ലാഹുവേ, അതയിലും വലിയ രസം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോ ആ തോട്ട ആദായിരുന്നു ഉത്ബത്തിന്റെ ശൈബത്തിന്റെ തോട്ട. അപ്പൊ ഓല് മുത്തുനബിയുടെയും വല്ലാത്ത മുഖം ഇങ്ങനെ കണ്ടപ്പോ ഓലെ മനസ്സൊന്നും അരിഞ്ഞു. കാരണം അത് സങ്കടാണല്ലോ, സ്വന്തം കുടുംബക്കാരാണല്ലോ. അങ്ങനെ കിടക്കണ കണ്ടാലും അല്ലാഹ് ചെറിയൊരു അലിവ് പോലെ മനസ്സിൽ വന്ന്. അപ്പൊ ഉത്ബത്ത് എന്ത് ചെയ്തു? സംഗതി മുഹമ്മദ് വേറെ മതം പ്രചരിപ്പിക്കേണ്ടതൊക്കെ ശരിയാണ്, പക്ഷെ അവന്റെ ഒരു കുടുംബക്കാരനാണല്ലോ എന്നൊരു പരിഗണന ഉത്തുബ അവിടെ കാണിച്ചു. ഉത്തുബത്ത് എന്ത് ചെയ്തു? തോട്ടൊക്കെ പരിചരിക്കണ ഇദാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, ഇദാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇദാസേ വാ, സംഗതി മുഹമ്മദ് വേറെ മതം പ്രചരിപ്പിക്കുന്നുണ്ട്, സത്യദീന എന്നൊക്കെ പറഞ്ഞിട്ട്. പാവാണ്, കുറെ കല്ലേറ് കിട്ടി, കുറച്ച് മുന്തിരി അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ. മുന്തിരിത്തോട്ടത്തിന്ന് കുറച്ച് മുന്തിരി കൊണ്ടേ കൊടുക്കും. അല്ലാ, തളികളിൽ മുന്തിരിയാക്കിയിട്ട് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് കൊണ്ടുകൊടുക്കുക. മുത്തുനബി എവിടെ ഉള്ളത്? ത്വായിഫിന്റെ മണ്ണിൽ കല്ലേറ് കെട്ടിയിട്ട് ശരീരം മുഴുവൻ രക്തമായിട്ട് ആ മുന്തിരിത്തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ചെറിയൊരു കാരുണ്യം തോന്നിയ ഉത്തുബത്ത് എന്ത് ചെയ്തു? കുറച്ച് മുന്തിരി കുറച്ച് പാത്രത്തിലാക്കിയിട്ട് ആ മുന്തിരി അങ്ങ് കൊണ്ടേ കൊടുക്കും. അപ്പോ മുന്തിരി കൊണ്ടുവന്ന് ആരാ കൊണ്ടുവന്നത്? ഇദാസ കൊണ്ടുവന്നത്. അപ്പൊ ഈ ഇദാസ് എന്ന ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്തിരി കൊണ്ട് കയ്യിൽ കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് അതിൽ നിന്നൊരു മുന്തിരി എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷിച്ചു. എന്താ ചൊല്ലിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതങ്ങോട്ട് ചൊല്ലിയപ്പോ ഇദാസ് അങ്ങനെ കണ്ണൊക്കെ നോക്കി, ഇതെന്താ സംഭവം? ഞങ്ങൾ കേൾക്കാത്തൊരു ദിക്റാണല്ലോ, ഈ നാട്ടുകാരൊന്നും അങ്ങനെ ചെല്ലാറില്ലല്ലോ, നിങ്ങൾ എന്താ ചൊല്ലിയതൊന്നും ചൊല്ലി കാണി. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞങ്ങൾ കേൾക്കാത്തൊരു ദിക്റാണല്ലോ, ഇതെന്താ സംഭവം? ഈ ഇദാസ് ചോദിച്ചു. അപ്പൊ മുത്തുനബി പറഞ്ഞു, നിങ്ങൾ ഏത് നാട്ടുകാരനാ? ഇദാസിനോട് ചോദിക്കാണ്, മുന്തിരി കൊണ്ടുവന്ന ഇദാസിനോട് ചോദിക്കാം, നിങ്ങൾ ഏത് നാട്ടുകാരനാ? അദ്ദേഹം പറഞ്ഞ്, ഞാൻ നീനവക്കാരനാണ്. നീനവ
നീനവ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആളാണ്. ഉടനെ തന്നെ മുത്തുനബി ചോദിച്ചു, അത് നമ്മുടെ യൂനിസ് നബിന്റെ നാടല്ലേ? അപ്പൊ ഇദാസ് പറഞ്ഞു, ആ ശരിയാണല്ലേ, യൂനിസ് നബി നിങ്ങൾ എങ്ങനെ അറിയാം? യൂനിസ് നബിന്റെ നാടാണ് നീനവ, ഞാൻ ആ നാട്ടുകാരനാണ്, നിങ്ങൾ എങ്ങനെ യൂനിസ് നബിനെ അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ യൂനിസ് നബിയുടെ സഹോദരനാണ്, യൂനിസ് നബി പ്രവാചകനാണ്, ഞാനും ഒരു പ്രവാചകനാണ്. മാഷാ അല്ലാഹ്. ഇതങ്ങ് കേട്ടപ്പോ മുന്തിരി കൊണ്ടുവന്ന ഇദാസ് എന്ന ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ പിടിച്ചങ്ങ് മുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശിരസിനെ ചുംബിച്ചുകൊണ്ട് സന്തോഷത്തോടെ മടങ്ങുകയാണ്. ഈ കൈ പിടിച്ച് മുത്തുന്നതും ഈ ഹൈവാ ഉത്തുബത്ത് കണ്ട് ഓന്റെ കൈ പിടിച്ചാ മുത്താനായത് ഒരു മുന്തിരി കൊണ്ടേ കൊടുത്തപ്പോ എന്നിട്ട് ഓനെ വിളിച്ചിട്ട് മണ്ടക്കിട്ടെ അടമേടി ഞങ്ങടെ പോയാ കരുതിക്കോ. അല്ലാ, അത്രയും വലിയ പക ഇങ്ങനെ കൊണ്ടെടുക്കാം. അപ്പൊ ഈ പീഡനങ്ങളും ഈ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട് ആര്? മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ വെറുതെ ബദറിലേക്ക് വെറുതെ അങ്ങോട്ട് ആ വരി മക്കളെ എന്ന് പറഞ്ഞാൽ പോയേക്കല്ല. കുറെ വിഷമങ്ങൾ മുത്തു നബി സഹിച്ചിട്ടുണ്ട്, കുറെ വിഷമങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തായിഫിൽ നിന്ന് മടങ്ങി. എന്നിട്ടെങ്ങാനും ഇവർ അവസാനിച്ചോ? ഇവർ അവസാനിപ്പിച്ചില്ല. അവസാനം മുത്തു നബിയുടെ അനുയായികളെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികളായ സ്വഹാബത്ത്, മഹാനായ യാസിർ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ഇസ്ലാമിലേക്ക് വന്നപ്പോ യാസിർ റളിയല്ലാഹു അൻഹു അതിക്രൂരമായി വധിച്ചു കളഞ്ഞ്, സ്വന്തം പെണ്ണിന്റെ മുന്നിൽ ഇരുന്നിട്ട് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് യാസിർ റളിയല്ലാഹു അൻഹു അവരെ വധിച്ചു കളഞ്ഞത്. യാസിർ എന്ന സ്വഹാബി അവരെ വധിച്ചു കളഞ്ഞു തീർന്നിട്ടില്ല. അവിടത്തെ പ്രിയപ്പെട്ട ഭാര്യയായ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയോട് അബൂജഹൽ വന്ന് പറഞ്ഞു, സുമയ്യ, മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് നീ പിന്മാറിയിട്ടില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ പോലെ നിനക്കും അവസ്ഥ വരും. എന്ത് തന്നെ വന്നാലും ഞാൻ പിന്മാറില്ല. അല്ലാഹുവേ, അവര് സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ ആക്രമിക്കുന്നത് മകനും സുമയ്യ ബീബിയുടെ രണ്ട് മക്കളുണ്ട്, ചെറിയ മക്കളാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു രണ്ട് ചെറിയ പൈതലുകളാണ്. ആ രണ്ട് മക്കളെയും വിളിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ്. ചുട്ടുപഴുത്ത മണൽ മരുഭൂമിയിൽ അല്ലാഹ് മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയെ ചുട്ടുപഴുത്ത മണൽ മരുഭൂമിയിൽ മലർത്തി കിടത്തുകയാണ്. മുകളിൽ സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാ. സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന ചുട്ടുപഴുത്ത മരുഭൂമിയിലെ മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ മലർത്തി കിടത്തുകയാണ്. അവിടുത്തെ രണ്ട് മക്കളെയും മലർത്തി കിടത്തുകയാണ്. പറയൂ സുമയ്യ, മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് നീ മാറാൻ തയ്യാറുണ്ടോ സുമയ്യ? തയ്യാറുണ്ടോ സുമയ്യ? ആ ചുട്ടുപഴുത്ത മണൽ മരുഭൂമി അല്ലാഹ് ഒന്ന് ചെരുപ്പില്ലാതെ വരെ ചെരുപ്പ് ധരിക്കാതെ വരെ നടക്കാൻ നമുക്ക് പേടിയാണല്ലോ. കാലിന് പൊള്ളൽ വരുമല്ലോ, കാലിന് ചൂട് വരുമല്ലോ. ആ ചുട്ടുപഴുത്ത മണൽ മരുഭൂമിയിൽ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയെയും മക്കളെയും പരത്തി കിടത്തിയിട്ടവരെ ആക്രമിക്കുകയാണ്. ചുട്ടുപഴുത്ത കമ്പിപ്പാര കൊണ്ടുവന്നവരെ ആക്രമിക്കുകയാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവ്വ അനുയായികളെയും അവരെ ആക്രമിക്കാൻ തുടങ്ങി. അവര് പെട്ടെന്ന് അങ്ങ് വധിച്ചു കളയൂല, പെട്ടെന്ന് അങ്ങനെ കൊല്ലണില്ല. കാരണം എന്താ? അബൂജഹൽ പറഞ്ഞത് പോലെ അങ്ങനെ കൊല്ലാൻ പാടില്ല. ഒരു ജീവിക്കണം, ഒരു വേദന അനുഭവിച്ചവര് ജീവിക്കണം, എന്നിട്ട് അവസാനം മരിക്കണം. ഇതാണ് അബൂജഹലിന്റെ. അതല്ലാതെ ഓല കയ്യിൽ വാളിലേറ്റല്ലോ, ഒറ്റയടിക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ കിക്കിന് തീർക്കാലോ. പക്ഷെ അവരെന്താ ചെയ്യണത്? മണൽ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് ചുട്ടുപഴുത്ത മണൽ മരുഭൂമിയിൽ അവര് മലർത്തി കിടത്താണ്. ആ ചൂട് താങ്ങാൻ കഴിയാതെ ആ മരുഭൂമിയിൽ അവർ വേദന അനുഭവിച്ചവര് നരകിക്കാൻ. അല്ലാഹ് അങ്ങനെയാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു മറ്റൊരു ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ. ചുട്ടുപഴുത്ത മണൽ മരുഭൂമിയിൽ ചൂട് അനുഭവിച്ചതിന്റെ മറ്റൊരു ഉദാഹരണമാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. അല്ലേ? മുത്തുനബിയുടെ പൂങ്കുയിൽ പ്രവാചകന്റെ പാട്ടുകാരൻ
പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചതിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിച്ചു. മരുഭൂമിക്കകത്ത് ചുട്ടുപഴുത്ത മണൽ മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയില്ലേ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. വലിയ പാറക്കല്ല് കൊണ്ടുവന്നിട്ട് ബിലാൽ തങ്ങളെ നെഞ്ചത്തങ്ങ് വെച്ചു. ബിലാലേ പറയൂ, ബിലാലേ പറയൂ, ബിലാലേ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയൂ. ഈ പാറക്കല്ല് ഞാൻ അങ്ങ് മാറ്റിത്തരാം. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഇല്ല, അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അല്ലാഹുവിലെ മുത്തുനബിയിലും നിന്റെ വിശ്വാസത്തെ തകർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. ഈ മണൽ മരുഭൂമിയിൽ, ഈ ചുട്ടുപഴുത്ത മണൽ മരുഭൂമിയിൽ നിങ്ങളെല്ലാം മലർത്തിക്കിടത്തിയിട്ട് വലിയ വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് ബിലാലിനെ നിങ്ങൾ വധിച്ചു കളഞ്ഞാലും, ബിലാലിനെ നിങ്ങൾ കൊന്നു കളഞ്ഞാലുമില്ല, എന്റെ ആദർശത്തിൽ നിന്ന് ഞാൻ മാറൂല. എന്റെ ആദർശത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. ബിലാൽ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്നുച്ച്. കാരണമെന്തേ? ബിലാൽ റളിയല്ലാഹു അൻഹു പാവപ്പെട്ട സ്വഹാബിയാണ്, തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. ചെയ്തതെന്തേ? പരിശുദ്ധ ദീനിലേക്ക് വന്നു എന്നതാണ് മാത്രം ചെയ്തത്. ബിലാൽ റളിയല്ലാഹു അൻഹു വല്ലാതെ ദാഹം സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ഉമയ്യത്തിനോട് ചോദിച്ചു, ഉമയ്യത്തെ ഇച്ചിരി വെള്ളം തരാമോ? ഉമയ്യത്തെ മണൽ മരുഭൂമിയിൽ സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയാതെ, നേരെ മുകളിൽ സൂര്യനാണ്, സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയാതെ, സൂര്യന്റെ ചൂട് ഏറ്റവും കൂടുതൽ മണൽ മരുഭൂമിയിൽ തട്ടുന്ന സ്ഥലത്താണ് ഉമയ്യത്ത് കൊണ്ടുവന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കടത്തിയത്. പ്രിയപ്പെട്ടവരെ, സൂര്യന്റെ ചൂട് ഡയറക്റ്റ് മണ്ണിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്താണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വന്ന് കിടത്തിയത്. ആ മണ്ണിൽ കിടത്തിയ സമയത്ത് ദാഹം കൊണ്ട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇച്ചിരി വെള്ളം തരാവോ? ഇച്ചിരി വെള്ളം തരാവോ? ഉടനെ തന്നെ ഉമയ്യത്ത് ചെയ്തതെന്തെന്നറിയോ? ബിലാൽ റളിയല്ലാഹു അൻഹു വെള്ളം ചോദിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ഞത്തങ്ങ് രണ്ട് കാലുകൊണ്ട് ചവിട്ടി കയറിയിട്ട്, രണ്ട് കാലുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ഞത്ത് ചവിട്ടി അങ്ങ് കയറിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വായയുടെ അണ്ണി പിടിച്ചിട്ട് ഇങ്ങനെ തുറക്കുക. ഈ ഒരു പിടുത്തം പിടിച്ച് തുറന്നിട്ട് ആ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ്. ആര്? ഉമയ്യത്ത് മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ്. ആരുടെ വായയിലേക്കാണ് മോനെ? ആരുടെ വായയിലേക്കാണ് മോളെ? ആരുടെ വായയിലേക്കാണ്? പ്രിയപ്പെട്ടവരെ, അല്ലാഹു അഹദ് എന്ന മുദ്രാവാക്യം വിളിച്ച് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായയിലേക്ക് നെഞ്ഞത്ത് ചവിട്ടി കയറി വെള്ളം ചോദിച്ച ബിലാൽ തങ്ങളെ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ് ഉമയ്യത്ത് ചെയ്തത്. അല്ലാഹുവേ, എത്ര വലിയ പീഡനങ്ങൾ കേൾക്കാൻ കഴിയോ? പ്രിയപ്പെട്ടവരെ, സഹിക്കാൻ കഴിയോ? ഇതൊക്കെ നടന്നതാ. ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞത് എന്താ? നിങ്ങൾ എങ്ങനെയെങ്കിലും ക്ഷമിക്കുക. നിങ്ങൾ ക്ഷമിക്കി, നമുക്കിതിനൊരു പരിഹാരം. വിഷമിക്കല്ലേ, ക്ഷമിക്കി. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, എങ്ങനെയെങ്കിലും ക്ഷമിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഹാബത്തിനും അവര് ഭക്ഷണം തടഞ്ഞു വെച്ചു. നിങ്ങൾ ആലോചിച്ചോക്കെ, നമ്മളെ പരിസരത്തുള്ള ഒരു കടയിൽ നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോ, നിങ്ങൾക്ക് ഇവിടെ സാധനം ഇല്ല, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ വീട്ടിൽ പോയിക്കോളി എന്ന് പറഞ്ഞാല് എല്ലാ കടക്കാരും പറഞ്ഞാൽ നമ്മളെ പെണ്ണുങ്ങളും പട്ടിണിയാവൂലെ? പ്രിയപ്പെട്ടവരെ, എത്ര വലിയ വിഷമം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുയായികൾക്കും പോലും ഭക്ഷണം കൊടുക്കണില്ല.
വലിയ സങ്കടങ്ങൾ, വലിയ വിഷമങ്ങൾ, വലിയ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചില്ല. പ്രതികാരത്തിന്റെ ഒരു വാക്ക് പോലും മുത്തുനബി പറഞ്ഞില്ല. പ്രതികാരത്തിന്റെ നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു, അതല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരുന്നു, ഒന്നും പറഞ്ഞില്ല. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ 10 എണ്ണക്കം അങ്ങോട്ട് കൂട്ടുമ്പോ ഒന്നങ്ങോട്ടും കുത്തിക്കൂടെ? വേണ്ട, നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹുവിന്റെ ഓർഡർ വരട്ടെ. ക്ഷമിക്കാനാണ് ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. അതാണല്ലോ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെ ഞാനുണ്ട് എന്നാണ് അല്ലാഹ് പറഞ്ഞത്. നമസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, എല്ലാം ശരിയാണ്. പക്ഷെ അള്ളാഹു എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവന്റെ കൂടെ ഞാനുണ്ട്. ഏത് വിഷമം വന്നാലും ക്ഷമിക്കാനുള്ള മനസ്സാദ്യം നമ്മൾ കാണണം. എന്നാ നമ്മളെ കൂടെ റബ്ബുണ്ടാവും, നമ്മൾ മറക്കണ്ട. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് പറയുന്നത്, ഇങ്ങനെയെല്ലാം പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും വന്ന് അവസാനം മക്കയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. മക്കയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഒരു നിലക്കും മക്കയിൽ നിൽക്കാൻ കഴിയണില്ല. അങ്ങനെയാണ് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു. ആ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞതാ. അങ്ങനെ മക്കയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആയത്തിറങ്ങിയത്, നബിയെ ഇനി നിങ്ങൾ മദീനത്തേക്ക് പോകണം, മക്ക വിട്ടുകൊണ്ട് മദീനത്തേക്ക് പോകണം ഇൻഷാ അല്ലാഹ്. ബദർ എന്താണെന്ന് അറിയണ്ടേ? ബദർ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ലക്ഷക്കണക്കിന് ആളുകളെ നിങ്ങൾ പഠിക്കണം. ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ മക്കയിൽ നിന്ന് മുത്തുനബിയും സ്വഹാബത്തും ഏറ്റിട്ടുണ്ടെന്ന് നമ്മൾ പഠിക്കണം. അല്ലാതെ വെറുതെ മുത്തുനബി ബദറിൽ എത്തിയതല്ല, മക്കയിൽ നിന്ന് ബദറിലേക്ക് ചെന്നു. മക്കയിൽ നിന്ന് ബദറിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാൻ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ടുകൊണ്ട് പരിശുദ്ധമായ മദീനയിലേക്ക് പോയി. പാതിരാ സമയത്ത് മദീനയിലേക്ക് പോയി. ഇൻഷാ അല്ലാഹ് മദീനയിൽ ചെന്നതിന് ശേഷം സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുക. സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയും അവിടുത്തെ മക്കളെയും അവർ കൊന്നുകളഞ്ഞില്ലേ? സുമയ്യ ബീബിയെയും മക്കളെയും അല്ലാഹുവേ, ആ രംഗം പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ, ആ രംഗം പറയാൻ കഴിയില്ല. അത്രയും വലിയ വിഷമമാണ്, അത്രയും വലിയ വിഷമം. ചരിത്രം തന്നെ മണിക്കൂറുകളോളം പറയാണ്ട്. സുമയ്യ ബീവിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് മക്കളെ, നമ്മളെ മുന്നിൽ വെച്ചുകൊണ്ട് മക്കളെ അടിക്കണ നമുക്ക് ഇഷ്ടമുണ്ടാകോ? ഒരിക്കലും ഇഷ്ടം ഉണ്ടാവൂല. മക്കള് തെറ്റ് ചെയ്താ ബാപ്പ അടിച്ചു കഴിഞ്ഞാൽ ഉമ്മ എന്ന് പറയാം, നിങ്ങളിപ്പോ എന്തിനാ അതിനെ അടിച്ചാൻ പോയിരുന്ന പറയാം. തെറ്റ് ചെയ്ത മക്കളാണ്, പക്ഷെ കയ്യൂല, ഉമ്മാന്റെ മനസ്സ് സമ്മതിക്കൂല, ബാപ്പാന്റെ മനസ്സ് സമ്മതിക്കൂല. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഉമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ അമ്മാറിനെയും അബ്ദുല്ലാനെയും കാട്ടിക്കൂട്ടി രംഗങ്ങള്, ഞാനത് മുഴുവൻ പറയാത്തത് എന്താ അറിയോ? അത് മറ്റുള്ള മതസ്ഥര് തെറ്റിദ്ധരിക്കണ്ട, നിങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത്. ഒരിക്കലും അങ്ങനെയില്ല, ഒരിക്കലും അങ്ങനെ ഒരു വിഭാഗീയത ഇവിടെ വരൂല. പക്ഷേ ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പറയുമ്പോൾ. അത്രയും വലിയ ക്രൂരതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിക്കേണ്ടി വന്നു. നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ, മക്കയിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെയാണ് മദീനത്ത് പോയത്. മദീനയിൽ ചെന്നു, മദീനയിലെത്തി അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായി സന്തോഷത്തോടെ ജീവിച്ചു. ഫാത്തിമ ബി മദീനത്തേക്ക് എത്തിയ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? അങ്ങനെ മദീനത്തെത്തി സന്തോഷത്തോടെ ജീവിക്കുമ്പോ ഇവര് മദീനത്തേക്കും ഫിത്നയായിട്ട് വരികയാണ്. മദീനത്തേക്കും ഇവര് ഫിത്നയായിട്ട് വന്നു, മദീനയിലേക്കും ഇവർ വടിവാളെടുത്ത് വരികയാണ്. ആരെടുക്കാൻ വേണ്ടിയിട്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കാൻ. അങ്ങനെയാണ് മദീനയിൽ നിന്നാണ് പിന്നെ ബദറിലേക്ക് പോവാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത്. എങ്ങനെയാണ് ബദറിലെത്തിപ്പെട്ടത്? ബദറിലെത്തിപ്പെടാനുള്ള കാരണം എന്താണ്? ബദറിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇൻഷാ അല്ലാഹ് ആ ചരിത്രമാണ്. ബദർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. 100% പോലും ആയിട്ടില്ല. കാരണം അത്രത്തോളം പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ അറിയണല്ലോ. ബദർ ഉണ്ടാവുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ മക്കത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മുത്തുനബി പാവാണ് കേട്ടോ, സ്വഹാബത്ത് പാവാണ് കേട്ടോ.
അത്രയൊക്കെ പ്രശ്നങ്ങൾ മുത്തുനബി സഹിച്ചില്ലേ. അല്ലാ, ഇങ്ങനെയൊക്കെ സങ്കടം മുത്തുനബി സഹിച്ചിട്ട് മുത്തുനബി എന്താ ത്വായിഫ് എന്നും പറഞ്ഞത്? വേണ്ട ജിബ്രീലെ, പകരം വീട്ടണ്ട, ഓല ആക്രമിക്കണ്ട, തിരിച്ചടിക്കണ്ട, ആക്രമിച്ചവർക്കൊക്കെ മാപ്പ് കൊടുക്കാനല്ലേ മുത്തുനബി പറഞ്ഞത്. പക്ഷേ അവസാനം മദീനത്ത് വന്നിട്ട് മദീനത്തും സ്വൈരമായിട്ട് ജീവിക്കാൻ ഈ ശത്രുക്കൾ അനുവദിച്ചില്ല. ശത്രുക്കൾ എന്ന് പറഞ്ഞാല് നമ്മൾ അമുസ്ലിമീങ്ങളാണെന്ന് കരുതരുത്. ആരാ? അബൂജഹലും ടീമും. നമ്മളെല്ലാ മുസ്ലിമീങ്ങളും അങ്ങനെയൊന്നും അല്ല. അബൂജഹലും ടീമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ താമസിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെയാണ് ബദറിലേക്ക് പോകുന്ന രംഗമുണ്ടാകുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ആ രംഗം പറയും. കൃത്യം 1 മണിക്ക് നമ്മൾ ആരംഭിക്കും. കൃത്യം 1 മണിക്ക് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ അത് ആരംഭിക്കും. എല്ലാ മുഅ്മിനീങ്ങളും അതിൽ പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ നഫീസ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അവിടുത്തെ ആണ്ടിന്റെ ദിവസമാണ്. മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് അവിടുത്തെ പേരിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് യാസീൻ ഓതി ഇന്ന് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. രാത്രി ഇൻഷാ അല്ലാഹ് നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഇൻഷാ അല്ലാഹ് ആണ്ട് നേർച്ചയുണ്ടാകുമെന്ന് പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ലൈവിലൂടെ നമുക്കത് നടത്തണം. നിങ്ങളൊക്കെ ഉണ്ടാവൂലേ 9:30? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്ലാഹു അവിടുത്തെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹ് അവരുടെ മഹത്വം നൽകണേ. അല്ലാഹ് അവരുടെ ഇഷ്ടം നൽകണേ. അല്ലാഹ് ഇൻഷാ അല്ലാഹ് ബദർ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി 2ാം ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയണം. ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ കാത്തിരിക്കുന്ന ചരിത്രമാണ് ബദർ. ബദറിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാട്ട് പാടാൻ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിപ്പോ പിന്നെ ബദരീങ്ങളെ പറ്റിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പാടാം. ഇപ്പൊ രംഗം വേറെയാണല്ലോ. കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മുത്തുനബിയെ കുറിച്ചുള്ള സങ്കടമാണ് ഇപ്പൊ നമ്മൾ പറയണത്. അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടാൻ ഇങ്ങനെ പോയത്. അല്ലാതെ പാട്ടിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പുട്ടില് തേങ്ങട് പോലെ ഇങ്ങനെ വായിൽ വരുന്നുണ്ട്, പാടാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പൊ പറയണത് എന്താ അറിയോ? പറയണ ഭാഗം അതൊരു സങ്കടപ്പെടുത്തുന്ന ഭാഗമാണ്. മുത്തുനബിക്ക് അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളാണ്. അത് അനുഭവിക്കണം ഇങ്ങനെ പറയുമ്പോ പാട്ടാടാൻ തോന്നുന്നില്ല. അതുകൊണ്ട് പാടാതെ വന്നതാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞ ബദറിനെ കുറിച്ച് ഒരു പാട്ട് പാടാൻ നമുക്കൊരു പിരിയാം. ബദറിയോദ്ദാപകാളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാനാശുഹദാവുൽ ബദരീങ്ങളെ ബദറിയോദ്ദാകാളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാനാം ശുഹദാവുൽ ബദരീങ്ങളെ ഉദർകത്തോ ഇസ്ലാമിൽ ഉയർമലു കൊടുത്തുള്ള ഉരിത പോർ പൂലികളാം ശുഹദാക്കളെ ബദറിയോദ്ദാകാളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാനാം ശുഹദാവുൽ ബദരീങ്ങളെ കുദറത്തുടയോനും കൽപ്പിച്ച് ഉടൻ ത്വാഹ റസൂലിനെ സ്നേഹിച്ചു. പതറാതെ തൗഹീദ് ഒന്നിച്ചു. സത്യപാന്താവിൻ ധീരത്വം കാണിച്ചു. കുദറത്തുടയോനും കൽപ്പിച്ചു ഉടൻ ത്വാഹ റസൂലിനെ സ്നേഹിച്ചു. പതറാതെ തൗഹീദ് ഒന്നിച്ചു. സത്യപാന്താവിൻ ധീരത്വം കാണിച്ചു. കുദറത്തെ മലക്കുകൾ ആകാശത്തിൽ നിറങ്ങിയേ
നിറവായേ സബീലാടിയ ശുഹദാക്കളെ കുദ്റത്തെ മലക്കുകൾ ആകാശത്തിൽ നിറങ്ങിയേ നിറവായേ സബീലാടിയ ശുഹദാക്കളെ ബദർ യുദ്ധ കാളം തെന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാനാ ശുഹദാവുൽ ബദരീങ്ങളെ റമളാൻ നീലാവിൻ വേദി ബദരീങ്ങൾ ശറഫുകൾ പറയാൻ റഹ്മാനേ കാവൽ നൽക റഹീമേ അല്ലാഹ് റമളാൻ നീലാവിൻ കുടുംബം റാഹ നൽക റഹ്മാൻ അല്ലാഹ് ബദരീങ്ങൾ കാവൽ യല്ലാഹ് കനിം നീടണേ റമളാൻ നീലാവിൻ കുടുംബം റാഹ നൽക റഹ്മാൻ അല്ലാഹ് ബദരീങ്ങൾ കാവലല്ലാഹ് കനിം നീടണേ ബദർ യുദ്ധ കാളം തെന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാന ശുഹദാവുൽ ബദരീങ്ങളെ ബദർ യുദ്ധ കാളം തെന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാന ശുഹദാവുൽ ബദരീങ്ങളെ ഉദർക്കത്തോ ഇസ്ലാമിൽ ഉയർമഹ്ലൂക്കോടൊത്തുള്ള ഉചിത പോലികളാം ശുഹദാക്കളെ അസ്ഹാബൽ ബദറിന്റെ കാവലെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അസ്ഹാബൽ ബദറിന്റെ കാവലെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അസ്ഹാബൽ ബദറിന്റെ കാവലെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ ബദർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് യാസീൻ ഓതാൻ പറഞ്ഞു യാസീൻ ഓതിനോ ഇല്ലേ സത്യം പറഞ്ഞാണേ ഇൻഷാ അല്ലാഹ് കുറെ ആളുകൾ ഓതാൻ പറ്റാത്തവരുണ്ട് അങ്ങനത്തെ പോലെ ഓതണ്ട ജോലി തിരക്കും ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ പ്രശ്നമല്ല അല്ലാത്തവരൊക്കെ യാസീൻ ഓതിനോ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഓതിയിട്ടുണ്ട് ഉസ്താദേ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം നാളെ ഇൻഷാ അല്ലാഹ് ബദറിലേക്ക് പോകുന്ന രംഗം നിങ്ങൾ 1 മണിക്ക് ഉണ്ടാവൂലേ 1 മണിക്ക് എത്തൂലേ നിങ്ങൾ 1 മണിക്ക് എത്താണെങ്കിൽ ഞാൻ 1 മണിക്ക് എത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഉറങ്ങി നീച്ചോട്ടേക്ക് വരാം നിങ്ങൾ 1 മണിക്ക് എത്തോ ഇല്ലേ പറയും 1 മണിക്ക് നിങ്ങൾ എത്തോ ഇല്ലേ പറയും അങ്ങനെയാണെങ്കിൽ ഞാനും എത്തും ഇല്ലെങ്കിൽ ഞാനും ഇങ്ങനെ സാവകാശം വരും എന്താ ചെയ്യണ്ടേ 1 മണിക്ക് എത്തണോ ഇന്ന് തുടങ്ങിയ ബദർ ചരിത്രത്തിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പറയണം ബദറിലേക്ക് എത്തിയ ആ അബൂജഹലിനൊക്കെ വകവരുത്തിന് മുമ്പൊക്കെ നല്ല നല്ല രസമുള്ള ചരിത്രങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ് കുറെ പാഠങ്ങളുണ്ട് നമുക്കതിൽ ഒരുപാട് പാഠങ്ങൾ അപ്പോ കുറെ ആളുകൾ യാസീൻ ഓതിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് അപ്പൊ 1 മണിക്ക് തുടങ്ങണം കേട്ടോ ഇതിന്റെ ബാക്കി ഭാഗം 1 മണിക്ക് തുടങ്ങണം നിങ്ങൾ അഭിപ്രായം പറയും നേരത്തെ എത്തൂലേ ഇൻഷാ അല്ലാഹ് ഉണ്ടാവും ഓക്കെ എല്ലാരും ഷെയർ ചെയ്യണം കേട്ടോ ബദർ എല്ലാരും പഠിക്കട്ടെ ബദർ എല്ലാവരും പഠിക്കണം എല്ലാ കുടുംബങ്ങളും ബദർ പഠിക്കട്ടെ ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം ബദർ നമുക്ക് ഇൻഷാ അല്ലാഹ് കേൾക്കണം ഉസ്താദ് എന്ന് വൈകിയ ശരിയാണ് ഞാൻ കുറച്ച് വൈകിട്ടുണ്ട് അല്ലേ കുറച്ച് വൈകിട്ടുണ്ടല്ലോ ഇന്ന് എപ്പോഴാ തുടങ്ങിയത്
അന്ന് ഇരുവീന് അല്ലേ? അതിപ്പോ അങ്ങനെ നിങ്ങൾ ഈ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ കണ്ടില്ല നിങ്ങള്? പിന്നെ സഫ മറവ സഫ കുന്ന് കാണുമ്പോ അത് അങ്ങനെ ഫോട്ടോസ് കുറച്ച് റെഡിയാക്കി കണ്ടായിരുന്നു. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരണല്ലോ. കഅബ അതേപോലെ ബദർ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് വൈകിയതാണ്. അല്ലെങ്കിൽ ഉസ്താദ് നമ്മുടെ എഡിറ്റ് ചെയ്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിറാജ് ഉസ്താദ് അൽഹംദുലില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കാക്ക രോഗം പരിപൂർണമായിട്ട് അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അള്ളാഹുവിന് ശിഫ നൽകണേ. അള്ളാഹ് റംഷാദ് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലെ കൂട്ടുകാർ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് കുറച്ച് വൈകിയത്. അല്ലെങ്കിൽ ലൈവിന്റെ വിഷയത്തിലൊക്കെ ഉസ്താദ് കറക്റ്റ് ആ ടൈമിലെത്തും കേട്ടോ. അപ്പൊ ഇന്ന് പറഞ്ഞതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങളെല്ലാവരും 1 മണിക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് എത്തും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് രാത്രി നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് നടക്കാണ്. നഫീസ ബീവിന്റെ ആണ്ടും കൂടിയാണ് ഇൻഷാ അല്ലാഹ്. അവരുടെ പേരിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് യാസീൻ ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മറക്കരുത് ഇൻഷാ അല്ലാഹ്. എന്ന് പറഞ്ഞതിന്റെ ബാക്കി ഭാഗം ജനലക്ഷങ്ങളിൽ നിന്ന് നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്തു. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു റാഹത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ കാത്തിരിക്കുന്ന ബദർ ചരിത്രം റമളാൻ നിലാവിലൂടെ ഇൻഷാ അല്ലാഹ് 2ാം ഭാഗം നാളെ കേൾക്കാം. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. ദുആ ഇജാബത്തുള്ള മജ്ലിസ് ആയിട്ട് നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നീ കബൂലാക്കണേ റഹ്മാനെ. ബദറിൽ പോവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബദർ കാണണം, ബദറിൽ പോവണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ബദറിൽ എത്താൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അസ്ഹാബുൽ ബദർ റളിയല്ലാഹ് കാവൽ നൽകേ യാ അല്ലാഹ്. റമളാൻ നീലാമിൻ കോടുംബങ്ങൾക്ക് കാവൽ നൽകണം യാ അല്ലാഹ്. അസ്ഹാബുൽ ബദർ റളിയല്ലാഹ് കാവൽ നൽകണം യാ അല്ലാഹ്. റമളാൻ നീലാവിൻ കോടുംബങ്ങൾക്ക് കാവൽ നൽകണേ യാ അല്ലാഹ്. അസ്ഹാബുൽ ബദർ റളിയല്ലാഹ് കാവൽ നൽകേ യാ അല്ലാഹ്. അറിവിൻ നീലാവിൻ കോടുംബങ്ങൾക്ക് കാവൽ നൽകണേ യാ അല്ലാഹ്. മടവൂരിൽ വാഴുന്ന രാജേരേ മഹബൂബർ സിയം മശ്ഹൂറേ കുതുബുൽ ആലമല്ല താജരേ ശൈഖ് മടവോ തിങ്കളേ ശൈഖനായ ശൈഖനാ ശൈഖനായ ശൈഖനാ ശൈഖനായ ശൈഖനാ സയ്യിദി മടവൂർ വാനി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളോടും നാളെ കാണാം ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ സമയമായി, ബാങ്ക് കൊടുത്ത് സമയമായി. നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം പലരും അതിന്റെ ഡ്യൂട്ടിയിലായിരിക്കും. അല്ലാഹുവിൽക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മജ്ലിസ് കാണുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അല്ലാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല റഹ്മത്ത് ചെയ്യട്ടെ, നല്ല സന്തോഷം കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യണം. ഇന്ന് രാത്രി മജ്ലിസിൽ വെച്ച് കാണാം ഇൻഷാ അല്ലാഹ്. നാളെ 1 മണിക്ക് ഇതിന്റെ ബാക്കി ഭാഗം ബദർ ചരിത്രം ഇൻഷാ അല്ലാഹ് നാളെ തുടരുമെന്ന് എല്ലാ കുടുംബങ്ങളോടും ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം, ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.